ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. നമസ്കാരം. ദൃശ്യ ചാനൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ സംവാദ പരിപാടിയായ ആലപ്പാട് ഗോൾഡ് പോരാട്ടം 2025 മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളം തെരഞ്ഞെടുപ്പിൻ്റെ ഉത്സവ മാമാങ്കത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ദൃശ്യയുടെ വാർത്താ സംഘം എത്തി നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലാണ്. എന്തുകൊണ്ടും 2 പ്രാവശ്യം മുനിസിപ്പാലിറ്റി ആകാൻ തീരുമാനിച്ച ഒരു വലിയ ഗ്രാമപഞ്ചായത്താണ് കാഞ്ഞിരപ്പള്ളി. കിഴക്കൻ മേഖലയുടെ കവാടമായ കാഞ്ഞിരപ്പള്ളി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നെടുനായകത്വം വഹിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ പരിപാടിയിൽ നമ്മോടൊപ്പം അതിഥികളായി എത്തിയിരിക്കുന്നവരെ നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് പരിചയപ്പെടുത്താം. കാഞ്ഞിരപ്പള്ളിയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനായ KR തങ്കപ്പൻ സർ, പ്രതിപക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് PA ഷമീർ, LDF-നെ പ്രതിനിധീകരിച്ച് സഖാവ് PK നസീർ, UDF-നെ പ്രതിനിധീകരിച്ച് നാസർ കോട്ടവാതുക്കൽ, UDF-നെ പ്രതിനിധീകരിച്ച് ബിജു പത്യാല, NDA പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് നോബിൾ മാത്യു ആണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുന്നതാണ്. കൂടാതെ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളും മറ്റ് അഭ്യുതകാംക്ഷികളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി തന്നെ നമുക്ക് പ്രസിഡന്റിലേക്ക് പോകാം. കഴിഞ്ഞ 5 വർഷക്കാലം കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ നടന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു ചെറിയ രൂപം ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറയുമോ? കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അധികാരമേറ്റിട്ട് ഏതാണ്ട് 4 വർഷവും 10 മാസവും തികയുകയാണ്. ഈ കാലയളവിൽ ഭരണസമിതി നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചുരുക്കമായി പറഞ്ഞാൽ പൊതുവികസന രംഗത്ത് വലിയ മുന്നേറ്റം കൈവരിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതിലൊന്ന് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 1987 മുനിസിപ്പാലിറ്റിയായ പഞ്ചായത്താണ്. ചില കേസുകളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും അത് പഞ്ചായത്തായി മാറി. ഇത് വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിക്കപ്പെട്ട ഒരു പഞ്ചായത്ത് എന്ന നിലയിൽ അന്ന് പ്രവർത്തന കേന്ദ്രമായി പ്രവർത്തിച്ച പഞ്ചായത്ത് ഓഫീസ് നമുക്കറിയാം വളരെ മോശപ്പെട്ടതായിരുന്നു. ഈ ഭരണസമിതി തീരുമാനിച്ചു മനോഹരമായ ഒരു പഞ്ചായത്ത് ഓഫീസ് പണിയണം എന്നതിനെ സംബന്ധിച്ച്. ബഹുമാനപ്പെട്ട ജയരാജ് MLA-യുടെ ആസ്തി വികസന ഫണ്ട് 3,50,00,000 രൂപ മുടക്കിയാണ് മനോഹരമായ ഒരു പഞ്ചായത്ത് ഓഫീസ് പണി കഴിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഒക്ടോബർ മാസം 2-ാം തീയതി നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. കാഞ്ഞിരപ്പള്ളിയിലെ സാംസ്കാരിക രംഗത്തെ പ്രധാനപ്പെട്ട ഇടമാണ് സഹൃദയ വായനശാല. എല്ലാവർക്കും അറിയാം. ഇവിടെ കാഞ്ഞിരപ്പള്ളിയിലെ ആദ്യകാലത്തെ MLA-മാരിൽ ഒരാളാണ് KJ തോമസ് കരിപ്പാപ്പറമ്പിൽ. നമ്മുടെ നാടിൻ്റെ സാംസ്കാരിക രംഗത്ത് DC കിഴക്കേമുറിയെ സംബന്ധിച്ച് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അദ്ദേഹവും KJ തോമസ് ഉൾപ്പെടെയുള്ള ആ കാലഘട്ടത്തിലെ സാംസ്കാരിക രംഗത്ത് പ്രധാനപ്പെട്ട ആളുകൾ ചേർന്ന് രൂപം കൊടുത്തിട്ടുള്ള സഹൃദയ വായനശാല 1971 ഗ്രാമപഞ്ചായത്തിന് കൈമാറി. പിന്നീട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് സഹൃദയ വായനശാലയുടെ പ്രവർത്തനം. അതിൻ്റെ കെട്ടിടത്തിൻ്റെ ഒരു അവസ്ഥയെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. മനോഹരമായൊരു കെട്ടിടം ഉണ്ടാവണം എന്നതിനെ സംബന്ധിച്ച് ഈ ഭരണസമിതി തീരുമാനിച്ചു. പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് ഏതാണ്ട് 2,57,00,000 രൂപയാണ് അതിൻ്റെ അടങ്കൽ തുക. മനോഹരമായ 2 നില കെട്ടിടം പണിത് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ താഴത്തെ നില ഷോപ്പിംഗ് മാളാണ്. വായനശാലയുടെ പ്രവർത്തനം ഏതാണ്ട് ഡിസംബർ മാസത്തിൽ അത് ഇവിടെ ആരംഭിക്കുന്ന തരത്തിൽ അതിൻ്റെ പണി പൂർത്തീകരിച്ച് കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ സഹൃദയ വായനശാല കാഞ്ഞിരപ്പള്ളിയിലെ പ്രധാനപ്പെട്ട സാംസ്കാരിക കേന്ദ്രമായി ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് പണി കഴിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചായത്തിന് 2 PHSC-കളുണ്ട്. ഒന്ന് വിഴിക്കത്തോട് 1 കോടി രൂപ മുടക്കിയാണ് മനോഹരമായ PHSC-യുടെ കെട്ടിടം പണിത് പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്.
അവിടെ ലാബ് സൗകര്യം ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മനോഹരമായ കെട്ടിടം എന്ന നിലയിൽ നമുക്ക് ആരോഗ്യ മേഖലയിൽ ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ കെട്ടിടം പണിത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത് കാളകെട്ടി PHCക്ക് ഏതാണ്ട് 1,77,00,000 രൂപ മുടക്കിയാണ് 3 നിലയോടുകൂടിയുള്ള മനോഹരമായ കെട്ടിടം പണിത് പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് ഒക്ടോബർ മാസം 23-ാം തീയതി 10:30 മണിക്ക് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ വന്ന കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്ന തരത്തിലാണ് നമ്മളിപ്പം അതിൻ്റെ തീരുമാനമെടുത്ത് എൻ്റെ ഉദ്ഘാടന ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ലൈഫ് ഭവനവുമായി ബന്ധപ്പെട്ട് അത് സർക്കാരിൻ്റെ പണമുണ്ട്, ഹഡ്കോ വായ്പയുണ്ട്, ത്രിതല പഞ്ചായത്തിൻ്റെ ലോണുകളും മറ്റ് സഹായങ്ങളോടുകൂടി തന്നെയാണെങ്കിലും പഞ്ചായത്ത് ഏറ്റെടുത്ത് ഏതാണ്ട് 403 വീടുകൾ പണി കഴിപ്പിച്ച് പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 17,20,00,000 രൂപ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെലവഴിക്കപ്പെടുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞത് മനോഹരമായി സർക്കാരിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ കുരിശുകവലയിൽ നമുക്ക് മനോഹരമായ ആ വഴിയോര വിശ്രമ കേന്ദ്രം പണിത് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അവിടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനും വരുന്ന ആളുകൾക്കൊന്ന് വിശ്രമിക്കുന്നതിനും ചായയും കാപ്പിയൊക്കെ കുടിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കുടുംബശ്രീ സംവിധാനത്തോടു കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ആ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വാർഡ് അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രാമീണ റോഡുകളുടെ മെയിൻ്റനൻസ്, പുതിയ റോഡുകൾ ഏറ്റെടുത്ത് നന്നാക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്ലാൻ ഫണ്ട് എത്ര ശതമാനം വരെ വിനിയോഗിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്? പ്ലാൻ ഫണ്ട് കാഞ്ഞിരപ്പള്ളിയെ സംബന്ധിച്ച് 99.7% ഈ കഴിഞ്ഞ പദ്ധതി ചെലവഴിക്കുക കണക്ക് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ആ രൂപത്തിൽ കൃത്യമായി തന്നെ സമയബന്ധിതമായി ഡിസംബർ മാസത്തിൽ തന്നെ പദ്ധതി പണം ചെലവഴിക്കപ്പെടുന്ന കാര്യത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയും പ്രസിഡന്റ് എന്ന നിലയിൽ വളരെ സജീവമായി തന്നെ ആ കാര്യത്തിൽ ഇടപെട്ടാണ് മുന്നോട്ട് വരുന്നത്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം? ഹരിതകർമ്മസേന കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ 23 വാർഡുകളിലായി 46 ആളുകളാണ്. ഏറ്റവും മെച്ചപ്പെട്ട നിലയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അവർ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് അവിടെ കൊണ്ടുവന്ന് വേർതിരിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് സൗകര്യമില്ല എങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി താൽക്കാലിക സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പം മനോഹരമായ ഒരു MCF 1 കോടി രൂപ മുടക്കി പണിത് ഒരു നില പൂർത്തീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ നിലയുടെ പണി ആരംഭിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തുന്ന തരത്തിലേക്ക് അതിൻ്റെ പണി ആരംഭിക്കുകയാണ്. ആ MCFൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ താഴത്തെ നിലയിൽ നമുക്ക് പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുവന്ന് ശേഖരിച്ച് വേർതിരിക്കാനുള്ള സൗകര്യം, രണ്ടാമത്തെ നിലയിൽ ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്ക് വിശ്രമമുറി, ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം, അവർക്ക് മീറ്റിംഗ് ചേരാനുള്ള സൗകര്യം, അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടുകൂടി ആധുനിക സംവിധാനത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ ജില്ലയിലെ ആദ്യത്തെ ഒരു സംരംഭമായിരിക്കും അങ്ങനെ ഒരു MCF എന്നതിനെ സംബന്ധിച്ച് JD തന്നെ ഈയിടെ അത് കണ്ടു മനസ്സിലാക്കിയപ്പോൾ നമുക്ക് അതിൻ്റെ വിവരം നൽകാൻ ഇടവന്നിട്ടുള്ള ആ തരത്തിലാണ് നമ്മളത് പണി കഴിപ്പിച്ചത്. ഓക്കെ, വീണ്ടും പ്രസിഡന്റിലേക്ക് വയ്ക്കാം. ശ്രീ ഷമീർ, പ്രസിഡന്റ് വലിയ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഒരു രൂപരേഖ വെച്ചത്. പഞ്ചായത്തിന് സ്വന്തമായ ഒരു ആസ്ഥാന ബിൽഡിങ്, നമ്മളിപ്പോൾ കാണുന്ന സഹൃദയ വായനശാലയ്ക്ക് മനോഹരമായ കെട്ടിടം, ആതുര സേവന രംഗത്ത് വലിയ മുന്നേറ്റം നടത്തുവാൻ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു കഴിഞ്ഞ 5 വർഷക്കാലത്തെ? നമ്മുടെ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചരിത്രമുറങ്ങുന്ന, ചരിത്ര പ്രസിദ്ധമായ, ഇതിഹാസങ്ങൾ നിറഞ്ഞ ഒരുപാട് ചരിത്ര പാരമ്പര്യമുള്ള സ്ഥലമാണ് കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളി നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പഞ്ചായത്തുള്ള ഒന്നാണ് കാഞ്ഞിരപ്പള്ളി. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വന്തമായി ഓൺ ഫണ്ട് ഉള്ളൊരു പഞ്ചായത്താണ് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. ഞാൻ വിചാരിക്കുന്നൊരു കണക്ക് ശരിയാണെങ്കിൽ 2025-26 അല്ലെങ്കിൽ 24-25-25-26 വർഷങ്ങളിൽ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് ഫണ്ടെന്ന് പറയുന്നത് 10 കോടി രൂപയാണ്. അതായത് ഒരു സംസ്ഥാന സർക്കാർ ഒരു വർഷം കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് വ്യത്യസ്ത മേഖലകളിൽ നിന്ന് തരുന്ന പണത്തേക്കാൾ ഇരട്ടി പണം സ്വന്തമായി ആസ്തിയുള്ളൊരു പഞ്ചായത്താണ് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നമ്മൾ ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഫണ്ട് ലഭിക്കുന്ന പഞ്ചായത്താണ് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തെന്ന് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കേണ്ട ഈ ദിവസം ഞാൻ ഉപയോഗിക്കുക. രണ്ടാമത്തെ കാര്യം, ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ച നമ്മുടെ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ കെട്ടിടം, അത് നമ്മുടെ പ്രിയങ്കരനായ കാഞ്ഞിരപ്പള്ളി MLA ഡോക്ടർ N. ജയരാജ് അവർ കാഞ്ഞിരപ്പള്ളിയുടെ ആസ്തി വികസന ഫണ്ട് നൽകിയതാണ്. അത് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലയളവിലല്ല, അത് 2018 ഡോക്ടർ N. ജയരാജ് UDF നിലനിൽക്കുന്ന സമയത്താണ് ഈ ഫണ്ട് ആദ്യമായി അനുവദിച്ചത്.
അതിൻ്റെ തറക്കൽ ആദ്യം ഇട്ടത് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ടൗൺ ഹാളിൻ്റെ പരിസരത്ത് ആദ്യം ഇട്ടത്. അതിൻ്റെ നിർമ്മാണം ആദ്യഘട്ടത്തിൽ അതിൻ്റെ ഫൗണ്ടേഷൻ എടുക്കുന്ന സമയത്ത് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ മുൻകാലങ്ങളിലുള്ള മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്തത് പഞ്ചായത്ത് ടൗൺ ഹാളിൻ്റെ കോമ്പൗണ്ടിലായതുകൊണ്ട് അതിന് നമ്മുടെ ഫൗണ്ടേഷന് യാതൊരു ഉറപ്പുമില്ല എന്ന് പറഞ്ഞ സോയിൽ ടെസ്റ്റ് നടത്തിയ സമയത്ത് അതുകൊണ്ടാണ് പിന്നീട് ഇത് മാറ്റേണ്ടി വന്നത്. അങ്ങനെയാണ് അത് 2020 ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലയളവിൽ ആരംഭിച്ചു എന്നുള്ളത് ഒരു സത്യമായൊരു കാര്യമാണ്. അതൊരു പഞ്ചായത്ത് ഭരണസമിതിയുടെ നേട്ടമായി കണക്കാക്കാൻ വേണ്ടി അതിനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് ആഗ്രഹിക്കുന്നത് തെറ്റാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അദ്ദേഹം ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2018 അദ്ദേഹം UDF ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ആ പണം അനുവദിച്ചത് ആദ്യമായി. അല്ല, ഫണ്ട് അനുവദിച്ചിട്ട് വിനിയോഗിക്കാനും കൂടെ കഴിഞ്ഞില്ല. ഏതാ വിനിയോഗിക്കാൻ കഴിഞ്ഞില്ല. അന്ന് UDF അല്ല ഭരിക്കുന്നത്. അന്ന് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്ന UDF അല്ല. ഞാൻ സൂചിപ്പിച്ചത് ആ കാലഘട്ടത്തിൽ ഈ പഞ്ചായത്ത് ഭരണസമിതി കാലഘട്ടത്തിലല്ല ഈ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ സഹൃദയ വായനശാലയെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. സഹൃദയ വായനശാല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതായത് പ്രതിവർഷം 10 കോടിയിലധികം രൂപ സ്വന്തമായി ആസ്തിയുള്ള വരുമാനമുള്ളൊരു പഞ്ചായത്തിന് 2 കോടി രൂപ എന്ന് പറയുന്നത് വളരെ നിസ്സാരമായൊരു കാര്യമാണ്. ഒരു പൂ പറിക്കുന്ന പോലൊരു വളരെ നിസ്സാരമായൊരു കാര്യമാണ്. കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 2 കോടി രൂപ മുടക്കി സഹൃദയ വായനശാല പോലെ നിർമ്മിച്ചു എന്ന് പറയുന്നത് വളരെ നിസ്സാരപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കാലം നമ്മുടെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഉദ്ഘാടനം ചെയ്തത് സൂചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു 1ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും പൂർത്തീകരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് രാഷ്ട്രീയപരമായി വേണേൽ അതിനെ എതിർക്കാമായിരുന്നു. ഈ നിർമ്മാണം പൂർത്തിയാകാതെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എന്നൊക്കെ പറയായിരുന്നു. ഒരുപക്ഷെ രാഷ്ട്രീയപരമായി അതിനെ കാണേണ്ടതില്ല. കാരണം കാഞ്ഞിരപ്പള്ളിയുടെ MLA പ്രിയങ്കരനായ ഡോക്ടർ N. ജയരാജ് അദ്ദേഹം വളരെ ഔദാര്യപൂർവ്വം കാഞ്ഞിരപ്പള്ളിക്ക് നൽകിയൊരു സമ്മാനമാണ്. കാരണം കേരളത്തിൽ ഒരു MLA പോലും 2.5 കോടി രൂപ 3.5 കോടി രൂപ ഒരു പഞ്ചായത്ത് ഘട്ടത്തിനുണ്ട് നൽകുന്നത്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഉദ്ഘാടന ചടങ്ങിൽ ഒരു കല്ലുകടി ഉണ്ടാകില്ലെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അതിനെതിരെ യാതൊരു വിമർശനങ്ങളും ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഈ സഹൃദയ വായനശാലയുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 3 മാസക്കാലം, ഏതാണ്ട് 2-3 മാസക്കാലമായി. ഇതുവരെ അവിടെ നിർമ്മാണം തുറന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ കാളകെട്ടി PHC കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കാളകെട്ടി PHCയുടെയും നിർമ്മാണം പൂർത്തീകരിച്ചിട്ടില്ല ഇതുവരെ. ഞാൻ പറയുന്നത് 5 വർഷക്കാലം ഉണ്ടായിട്ടും അതിന് നിർമ്മാണക്കാലം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ലൈഫ് ഭവന പദ്ധതിയിലെ പ്രസിഡന്റ് കണക്ക് വളരെ ഊതിപ്പെരിപ്പിച്ചിട്ടൊക്കെയാണ് 403 വീട് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് നിർമ്മാണ ഭവന പദ്ധതി ആരംഭിച്ച നാളിന് മുകളിൽ, അതായത് 2017 ലൈഫ് പദ്ധതി ആരംഭിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നത്. 2017 മുതൽ ഇന്ന് വരെയുള്ള കണക്കാണെങ്കിൽ ശരിയാണ്. ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലയളവിൽ 403 വീട് പൂർത്തീകരിച്ചു എന്ന് പറയുന്നത് ഊതിപ്പെരിപ്പിച്ച കണക്കാണെന്ന് തെളിവുകൾ സഹിതം നിർത്താൻ വേണ്ടി ഞാൻ തയ്യാറാണ്. എനിക്ക് പിന്നീട് അവസരം തന്നാൽ മതി. പിന്നെ നമ്മുടെ ഈ ടേക്ക് ബ്രേക്കിൻ്റെ കാര്യമൊക്കെ സൂചിപ്പിച്ചു. ടേക്ക് ബ്രേക്ക് പോലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് പൊതുജനങ്ങൾക്ക് പൂർണ്ണമായി ഉപയോഗിക്കത്തക്ക നിലയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടല്ല അഭിപ്രായം എനിക്കുള്ളത്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മുടെ കേരളം ആദ്യം ഉണ്ടാകുന്ന തിരുക്കൊച്ചിയും തിരുവിതാംകൂറും വടക്കേവലമാരും ഒക്കെ ചേർന്ന് കേരളത്തിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ കാലഘട്ടത്തിൽ ഉണ്ടായ ബഡ്ജറ്റ് അല്ല ഇപ്പോൾ നടക്കുന്ന ബഡ്ജറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റേറ്റിൻ്റെ ഗവൺമെൻറ് ബഡ്ജറ്റ്. അന്ന് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ കാലത്ത് ഉണ്ടായ വികസന പ്രവർത്തനങ്ങളല്ല ഇന്ന് പിണറായിയുടെ കാലത്ത് ഉണ്ടാകുന്നത്. കാരണം കണക്കുകളിൽ വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്, വരുമാനത്തിൽ വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ ആ പണത്തിന്റെ വർധന അനുസരിച്ച് എല്ലാ ഗ്രാമപ്രദേശങ്ങളും വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ്. വലിയ വികസന പ്രവർത്തനം നടത്തുന്നതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ പണത്തിന്റെ ലഭ്യത വളരെ വളരെ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. മുൻകാലങ്ങൾ ഉണ്ടായതിനേക്കാൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതായത് ഒരു ഗ്രാമപഞ്ചായത്തിൽ 10 കോടി രൂപ തനത് ആസ്തിയുള്ള പഞ്ചായത്ത് ചെയ്ത്. അപ്പോൾ സ്വാഭാവികം അതിനനുസരിച്ചൊരു വികസനം ഈ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടുന്നത്. ശ്രീ P. K. നസീർ, UDFന്റെ വാദം കേട്ടു. എങ്ങനെ നോക്കി കാണുന്നു കഴിഞ്ഞ 5 വർഷക്കാലത്തെ? ആദ്യമായി ഇങ്ങനെ ഒരു സംവാദം സംഘടിപ്പിച്ച ദൃശ്യ ചാനലിനും അതിൻ്റെ പ്രവർത്തകർക്കും CPIM-ൻ്റെയും അതുപോലെ തന്നെ LDF-ൻ്റെയും നന്ദി അറിയിച്ചുകൊണ്ട് തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പറഞ്ഞത് എന്താ പറയുക, കൊച്ചു പിള്ളേർ പറയുന്നത് പോലെയുള്ള ഒരു ഷാഠ്യം നിറഞ്ഞ ഇടപാടുകളാണ് പറഞ്ഞത്. ഞങ്ങളുടെ ഭരണകാലത്ത് അങ്ങനെയാണല്ലോ, ഒരു ഭരണകാലത്ത് ആരെങ്കിലും തറക്കല്ലിടും തുടങ്ങി വെക്കും, അടുത്തത് തീർക്കുന്നതാണ് ആർജവം. നമുക്കറിയാം എത്ര തറക്കല്ലിട്ടതാണ് നമ്മുടെ ജോർജ് J. മാത്യുവും KV കുര്യനും അടക്കമുള്ള ആളുകൾ എത്രയോ തറക്കല്ലിട്ടു നമ്മുടെ സിവിൽ സ്റ്റേഷന്. ആരാണ് പണിതത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ അവിടെ അന്നേരം അവിടെ പരിപാടി വന്നു. പഞ്ചായത്തിൻ്റെ മാത്രമല്ല, ഈ നാടിൻ്റെ കാര്യം കൂടെ ആണല്ലോ. ഞാൻ പറയട്ടെ, 70 വർഷം പിന്നിട്ട് സഹൃദയ വായനശാല
ഇവിടെ നിൽക്കുമ്പം എത്രയോ പ്രാവശ്യം UDF അധികാരത്തിലിരുന്നു പണിയാൻ കഴിയാഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആർജവത്തോടു കൂടി ഏറ്റെടുത്ത് പണിയാൻ തുടങ്ങി. പണി പൂർത്തീകരിച്ചപ്പോൾ അതിനെ ഈ പിള്ളേർ പറയുന്ന പോലെ കൊഞ്ഞനം കുത്തുക എന്ന് പറയും. കൊഞ്ഞനം കുത്തുന്ന ഒരു സമീപനം. പഞ്ചായത്ത് ആഫീസ് 70 വർഷങ്ങൾക്കപ്പുറമുള്ള പഞ്ചായത്ത് ആഫീസ്, ഇടിഞ്ഞു വീഴാറായ പഞ്ചായത്ത് ആഫീസ് കാഞ്ഞിരപ്പള്ളിയുടെ പ്രിയപ്പെട്ട MLA 3.5 കോടി രൂപ തന്ന് ആർജവത്തോടുകൂടി KR തങ്കപ്പനും റിജോയും അതുപോലെ തന്നെ VN രാജേഷും ഒക്കെ നേതൃത്വം കൊടുത്ത് ആ പണി പൂർത്തീകരിച്ചത് അഭിമാനമാണ്. കാഞ്ഞിരപ്പള്ളിയിൽ അഭിമാനം. അതിന് 1-ാം നില ഉദ്ഘാടനം ചെയ്തു എന്നൊക്കെ പറയുമ്പം അതൊക്കെ അങ്ങനെ തന്നെയാണ്. 1-ാം നിലയുടെ പണി പൂർത്തീകരിച്ചു, ഉദ്ഘാടനം ചെയ്തു. 2-ാം നില ആവശ്യമെങ്കിൽ ഇനി ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പഞ്ചായത്തിലേക്ക് മാറും. ഇവിടെ നമ്മുടെ മുനിസിപ്പാലിറ്റിയായി വന്നാൽ MLAക്കും മുനിസിപ്പാലിറ്റിക്കും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വലിയ ബിൽഡിംഗ് സംവിധാനം ആധുനിക രീതിയിൽ കൊണ്ടുവന്നത് കാഞ്ഞിരപ്പള്ളിയുടെ അഭിമാനമായി കാണേണ്ട ആളുകളാണ് UDFും LDF മാത്രമല്ല. അത് കാണുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ ഹൃദയവേദനയാണ്. ഞങ്ങൾ അതിൻ്റെ പണി അങ്ങനെ തന്നെയാണ് കാണുന്നത്. അത് ആ അർത്ഥത്തിൽ തന്നെ കാണും. ഇനി കാഞ്ഞിരപ്പള്ളിയിൽ ഇവിടെ ഞങ്ങൾ എന്തുകൊണ്ട് തുറക്കുന്നില്ല എന്നുള്ളതല്ല, അതെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ബഹുമാന്യയായ നമ്മുടെ സ്വാതന്ത്ര്യ സമരസേനാനി നമ്മുടെ നാട്ടിലെ പ്രിയങ്കരിയായ അക്കാമചെറിയാന്റെ ഒരു പ്രതിമ അവിടെ സ്ഥാപിക്കാൻ പോകുന്നു. മാത്രമല്ല അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ചു വച്ചിരിക്കുന്ന അംബേദ്കറുടെ പ്രതിമ സ്ഥാപിക്കാൻ പോകുന്നു. എന്താണ് പറയാനുള്ളത്? ഇതെല്ലാം ഈ നാട്ടിൽ നടക്കും. വികസനം ഇത് മാത്രമല്ല. ഞാൻ വേണമെങ്കിലും എനിക്ക് സമയം അനുവദിച്ചു തരാമെങ്കിൽ അടിവരയിട്ട് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറയാം. ആരോഗ്യ രംഗത്ത് FHC എന്ന് പറയുന്ന സംവിധാനം വിഴിക്കത്തോട് ലാബോട് കൂടിയാണ് ഒരു ചെറിയ ഹോസ്പിറ്റൽ. ലാബോട് കൂടി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഇത് നാളെ കഴിഞ്ഞ് 23-ാം തീയതി 10:30 മണിക്ക് 1,63,00,000 രൂപ കൊടുത്ത് നിർമ്മിച്ച മനോഹരമായ കാളകെട്ടിയിലെ EHCയുടെ ഉദ്ഘാടനം വീണ ജോർജ് കേരളത്തിന്റെ പ്രിയപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി 10:30 മണിക്ക് നിർവഹിക്കാൻ പോകുന്നു. ഇവിടെ ചിഞ്ചു റാണി നമ്മുടെ 21-ാം വാർഡിൽ ബഹുമാന്യായ മഞ്ജു മാത്യുവിൻ്റെ വാർഡിൽ നിർമ്മിച്ചിട്ടുള്ള അംഗനവാടിയോടനുബന്ധിച്ച് സാംസ്കാരിക നിലയം, ഹാള്, ജോളിയും അടുക്കക്കുഴിയൊക്കെ കൊടുത്ത പണം കൊണ്ട് അവരെ കൂടെ ഓർക്കണമല്ലോ. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഒക്കെ കൊടുത്ത പണം കൊണ്ട് നിർമ്മിച്ച സംവിധാനം ചിഞ്ചു റാണി വന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു 25-ാം തീയതി. ഇനി എത്രയോ ഉദ്ഘാടനങ്ങൾ ഇവിടെ നടക്കാനിരിക്കുന്നു. ഞങ്ങളുടെ ഈ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൻ്റെതല്ല, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഈ നാടിൻ്റെ വികസനത്തിന് വേറെ ഒരു സംവാദം സംഘടിപ്പിച്ചാലും 1987 മുതൽ എടുത്ത് പരിശോധിച്ചാൽ LDF വരുന്ന കാലത്ത് മാത്രമേ എന്തെങ്കിലും നടന്നിട്ടുള്ളൂ. 1987 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയി KJ തോമസ് കാഞ്ഞിരപ്പള്ളിയിൽ വന്നു. അന്ന് തുടങ്ങി വികസനം. ഇരുമ്പ് പാലത്തിന്റെ വീതി അങ്ങ് കൂടി തുടങ്ങി. ഇരുമ്പ് പാലത്തിന്റെ വീതി ഞങ്ങളൊന്ന് തീരുമാനമെടുത്തു. ബഹുമാന്യനായ TK കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി, ബഹുമാന്യനായ കേരള കോൺഗ്രസിന്റെ നേതാവ് നമ്മുടെ കുന്നത്ത് കുഞ്ചാക്കോ ചേട്ടന്റെ പുത്തനങ്ങാടിയിലെ ബിൽഡിങ്ങിൽ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നു. ഞാൻ ആ സമ്മേളനത്തിൽ പങ്കെടുത്തയാളാണ്. പോലീസ് സ്റ്റേഷൻ TK ആണെന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി. നമ്മുടെ നാട്ടില് ആ നയനാര് അധികാരത്തിലിരിക്കുമ്പോൾ ഒരു ഫയർഫോഴ്സ് കൊണ്ടുവന്നു. അതിനിപ്പം മനോഹരമായ ബിൽഡിംഗ് പണിത് നമ്മുടെ MLA മണ്ണാറക്കയത്തേക്ക് സ്വന്തം സ്ഥലത്തിൽ മാറ്റാൻ തുടങ്ങി. അന്ന് നയനാര് പറഞ്ഞ കാര്യം വളരെ രസകരമായി നിങ്ങൾ എല്ലാവരും നാട്ടുകാർ ഓർക്കുന്നുണ്ടാകും. ആ യോഗത്തിലും ഞാനും VP ഇസ്മായിൽ അടക്കം പങ്കെടുത്തതാണ്. അദ്ദേഹം ഉദ്ഘാടന ശേഷം പറഞ്ഞു, ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പറഞ്ഞു, ഞാൻ ഈ ഉദ്ഘാടനം ചെയ്യുന്ന സാധനം കൊണ്ട് ഈ നാടിൽ ഒരു ഉപകാരവും ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങനെ പറഞ്ഞപ്പോൾ ആളുകൾ ചോദിച്ചു, എന്താ മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നത്? നമ്മുടെ ഫയർഫോഴ്സ് കൊണ്ട് ഉപകാരം ഉണ്ടാകണേ, നാട്ടിൽ തീ പിടിക്കണമല്ലോ, അല്ലെ അപകടം ഉണ്ടാകണമല്ലോ. എങ്കിലും നാടിന് ഉപകാരപ്രദമായി കാഞ്ഞിരപ്പള്ളിയിൽ അത് തല ഉയർത്തി നിൽക്കുന്നു. എന്താണ് UDFിന് പറയാനുള്ളത്? ഞങ്ങളുടെ കടവനാക്കടവ് പാലം, നമ്മുടെ കടവനാക്കടവ് പാലം TK ഹംസ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ 2 തുരുത്തുകളെ കൂട്ടിമുട്ടിച്ചുകൊണ്ട് ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് ഇത് വന്നത് എന്ന് പറഞ്ഞതുപോലെ KR തങ്കപ്പനും റിജോ വാളാന്തരയും BR അൻഷാദും അത് മഞ്ജു മാത്യുവും അതുപോലെ തന്നെ VN രാജേഷും ഒക്കെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വാർഡുകളിൽ നമ്മുടെ VP രാജൻ ഇവിടെ ഇരിപ്പുണ്ട്. VP രാജൻ അടക്കം 5 വർഷക്കാലം പ്രവർത്തിച്ച നിരവധി സമയം അനുവദിച്ചാൽ അംഗനവാടി. വീണ്ടും വരാം താങ്കളിലേക്ക്. ശ്രീ ബിജു വത്തിയാല, വലിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഇവിടെ വാദഗതികൾ നിരത്തുന്നത്. എങ്ങനെ നോക്കുകയാണെന്ന് UDF നല്ല നിലയിൽ?
ഇപ്പോൾ ബഹുമാനപ്പെട്ട നസീറിനം പറയുകയുണ്ടായി, ജോർജ് മാത്യു ഇരുന്ന കാലത്ത് സിവിൽ സ്റ്റേഷന് തറക്കല്ലിട്ടു, ശ്രീ അൽഫോസ് കണ്ണന്താനമാണ് അതിൻ്റെ പണി പൂർത്തീകരിച്ചതെന്ന്. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് അത് തന്നെ പറഞ്ഞുള്ളൂ. ഇവിടെ തറക്കല്ലിടുന്നു, തറക്കല്ലിൻ്റെ പണി തീരാതെ ഉദ്ഘാടനങ്ങൾ നടത്തുന്നു. ഇതേ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞുള്ളൂ. സിമ്പിള്. ഇതേ ഞങ്ങളും പറഞ്ഞുള്ളൂ. തറക്കല്ലിട്ട് പോകുന്നു, തറക്കല്ലിൻ്റെ പണി തീരാതെ ബിൽഡിങ്ങിൻ്റെ പണി തീരാതെ കിടന്നു. സാർ, ഒരു കാര്യം, ആ സ്ഥലം അത് കരപ്പാപ്പറമ്പിക്കാർ വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തതാണ്. ആ ഒരു ബിൽഡിങ് പണിയുമ്പോൾ ആ സ്ഥലത്തിന് അവർ അന്ന കാലത്ത് ഒരു എഗ്രിമെൻ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്, എനിക്കറിയത്തില്ല. എഗ്രിമെൻ്റ് ഉണ്ട്. ഈ ബിൽഡിങ് ഈ വായനശാലയ്ക്ക് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവുള്ളൂ, മറ്റുള്ള കാര്യത്തിന് ഉപയോഗിക്കരുത്. ഇതെന്ന് ബിൽഡിങ് പണിയുന്ന സമയത്താണെങ്കിലും ഇതിന് കരപ്പാപ്പറിൻ്റെ ഫാമിലിയുടെ ഒരു പേരിടണം എന്നൊക്കെയുണ്ട്. ആ ബിൽഡിങ് പണിയുന്ന കാലത്ത് ആർക്കാണെങ്കിലും അവരുടെ കുടുംബക്കാർക്ക് മൊത്തം, അവർക്ക് ഒത്തിരി പേരുള്ള ഫാമിലിയാണ്, അവർക്ക് മൊത്തം ഒരു ആകാംക്ഷ. നസീർ തന്നെ ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു, അണ്ണം പറഞ്ഞു, ഇത് കഴിഞ്ഞ് പറഞ്ഞു, അവർക്കാണെങ്കിൽ ഒരു ആഗ്രഹം കാണും, ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു പേര് കാണും എന്ന്. ഇത് ആ സമയത്ത്, ആ ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് പേര് വേണം ഞാൻ പറഞ്ഞോട്ടെ, ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് പേര് വെച്ചിട്ടില്ല. അവർക്കതൊരു ഭയങ്കര ഒബ്ജക്ഷൻ വന്നു. അവർക്ക് ഫാമിലി മൊത്തം ഒരു വലിയൊരു പ്രശ്നങ്ങൾ വന്നിട്ട് പഞ്ചായത്ത് കമ്മിറ്റിക്ക് തന്നെ ഇതിൻ്റെ കംപ്ലയിൻറ്റ് കൊടുത്തന്നു. ഒന്ന്. അത് കഴിഞ്ഞ് ഇപ്പം നസറിനെ പറഞ്ഞ മറുപടി എന്നാ, അക്കാമ ചെറിയാൻ്റെ ഒരു പ്രതിമ ഞങ്ങളിപ്പോൾ കൊണ്ട് സ്ഥാപിക്കുമെന്ന്. ഇതെല്ലാം കഴിഞ്ഞ് പണിയും കഴിഞ്ഞ് ആശാരിച്ച് കഴിഞ്ഞ് പിന്നെ എല്ലാം കഴിച്ചിട്ടാണ് അക്കാമ ചെറിയാൻ്റെ ഒരു പ്രതിമ കൊണ്ട് സ്ഥാപിക്കുന്നത്. രണ്ട്, ഈ പഞ്ചായത്തിൽ ഈ ബിൽഡിങ് പണിത് എൻ്റെ പ്രിയ സുഹൃത്ത് ജനീവ്, ഞങ്ങൾ 1ാം ക്ലാസ് മുതൽ പഠിച്ചതാണ്. ജനീവ് ഇതിൻ്റെ കംപ്ലീറ്റ് പ്ലാനും സ്കെച്ചും എല്ലാം വരച്ചത്. അപ്പോൾ ഒരാൾ ഒരു പഞ്ചായത്ത് ഓഫീസിൽ ഒരു കാര്യങ്ങൾക്ക് നമുക്ക് ഒരു ഉപകാരം ചെയ്തു കൊടുത്തെങ്കിൽ ഒന്നൊരു നല്ല വാക്ക് അല്ലെങ്കിൽ ഒരു പൂച്ചെണ്ട് അവനെ ഒന്ന് അഭിനന്ദിക്കുക, അറ്റ്ലീസ്റ്റ് ആ പ്രതിമയിൽ അവൻ്റെ പേരേലും വരിക. ആ ഉദ്ഘാടനത്തിൽ നിന്ന് അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി എൻ്റെ പേര് വെച്ചില്ല എന്നും പറഞ്ഞ് അവർ ഗ്രൂപ്പുണ്ട്, ഒരു കൺസൾട്ടിങ് ഗ്രൂപ്പ്, അത് അവർ അവിടുന്ന് വോക്കൗട്ട് ചെയ്തു. പിന്നെ ഇത് ജയരാജ് സാറിനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് നല്ല അഭിപ്രായമുണ്ട്. കാരണം അദ്ദേഹം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഫണ്ട് തരുന്നുണ്ട്. ഓക്കെ, അതെല്ലാം ഞങ്ങൾ അംഗീകരിച്ച കാര്യങ്ങൾ തന്നെയാണ് എന്നും പറഞ്ഞ് ഞങ്ങൾ ഉദ്ഘാടനത്തിന് പോകാത്തത് ആ പോയിന്റിലോട്ടാണ് ഞാൻ വരുന്നത്. നസീറിന് ആ പോയിന്റിലോട്ട് വരെ ഞങ്ങൾ ഉദ്ഘാടനത്തിന് വരാഞ്ഞത് ഒരു പണിതീരാത്ത വീടിനകത്ത് നിന്ന് പാല് കാച്ചിന് പാല് കുടിക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക്. ഇവിടെ ഒരു കാര്യം, ഒരു മറുപടി. ഇവിടെ ഈ പെൺപള്ളിക്കുളം പോലീസ് സ്റ്റേഷൻ വന്നപ്പോൾ ഞങ്ങൾ നമ്മൾ പഞ്ചായത്ത് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇത് പഞ്ചായത്തിലെ കാര്യങ്ങളൊന്നും പഞ്ചായത്ത് ഓഫീസിലെ കാര്യങ്ങൾ ദയവായി പറയുക. ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതിയെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ മതി. നിരവധിയായ കാര്യങ്ങളുണ്ട്. അല്ല, ഇവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞു സഹൃദയ വായനശാലയുടെ അതിൻ്റെ ആധാരമോ മറ്റോ ഇത് കഴിഞ്ഞാൽ പോകുമെന്നുള്ള അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങൾ പേട്ട സ്കൂൾ വെട്ടിനിരത്തി ബസ് സ്റ്റാൻഡാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചപ്പോൾ കാഞ്ഞിരപ്പള്ളിയുടെ ചരിത്രം കാസിം സാർ വീഡിയോ എഴുതി വച്ചിരിക്കുന്നതിനകത്ത് എൻ്റെ പേരും എഴുതി വെച്ചിട്ടുണ്ട്, PK നസീർ എന്ന്. എന്തുകൊണ്ടാണെന്നറിയോ? ആ സ്കൂൾ നിർത്താതിരിക്കാൻ വേണ്ടി അവിടെ സമരം ചെയ്യാൻ രൂപീകരിച്ച കമ്മിറ്റിയുടെ കൺവീനർ ആയിരുന്നു ഞാൻ. എന്തുകൊണ്ടാണെന്നറിയാവോ? ഇവിടെ ഈ പെൺപള്ളി നടക്കുന്നത്. അഡ്വക്കേറ്റ് നോബൽ മാത്യു എങ്ങനെ നോക്കിയാണെന്നോ BJP കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിന്റെ കഴിഞ്ഞ 5 വർഷക്കാലം? ഇവിടെ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ കഴിഞ്ഞ 5 വർഷത്തിലെ വികസനത്തെക്കുറിച്ചാണ് ചർച്ച നടക്കുന്നത്. ഞാൻ ആദ്യമേ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കാണുന്നത് ഞാൻ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന VP ഇസ്മായിൽ ജയിച്ചു വരുന്ന ഒരു സമയമാണ്. അന്ന് എൻ്റെ ഒരു പാപ്പൻ, അദ്ദേഹം ഞങ്ങളുടെ വാർഡിൽ നിന്നും മണ്ണമ്പ്ലാക്കൽ തങ്കപ്പൻ അന്ന് വിജയിച്ചാണ്. ആ രംഗം ആണ് എനിക്ക് ആദ്യമേ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ഓർമ്മ വരുന്നത്. അതിനുശേഷം ഞാനും ബഹുമാനപ്പെട്ട തങ്കപ്പനുമെല്ലാം 1988 മുതൽ 95 വരെ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് മെമ്പർമാരായിരുന്നു. ബഹുമാനപ്പെട്ട പൊട്ടംകുളത്ത് വക്കച്ചായിയായിരുന്നു, ജോർജ് വർഗീസ് പൊട്ടംകുളമായിരുന്നു അന്നത്തെ പ്രസിഡന്റ്. അന്നൊക്കെ പഞ്ചായത്തുകളിൽ സ്വന്തം വാർഡിനു വേണ്ടി ഘോരഘോരം വാദിക്കുന്ന തങ്കപ്പനെയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. പ്രതിപക്ഷത്ത് ബഹുമാനപ്പെട്ട തങ്കപ്പനും PN പ്രഭാകരനും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഭരണകക്ഷിയാണ് ഡി ഫാക്ടോ പറഞ്ഞാൽ. പക്ഷേ അതിൻ്റെ അകത്ത് തന്നെ പല ഗ്രൂപ്പാണ്. ആ തങ്കപ്പൻ കഴിഞ്ഞ 5 വർഷം പഞ്ചായത്ത് മെമ്പറായതിൽ ഞങ്ങൾക്കൊക്കെ അഭിമാനമുണ്ട്. നല്ല രീതിയിൽ അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു നല്ലവനാണ്.
പക്ഷേ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു. പിന്നെ പഞ്ചായത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ പഞ്ചായത്ത് രാജ് ആക്റ്റിൽ തന്നെ അവിടെ ഈ പ്രതിപക്ഷമൊന്നുമില്ല. പഞ്ചായത്തിൽ ചെന്ന എല്ലാവരും ഒന്നാണ്. ആ പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ആ പഞ്ചായത്തിൻ്റെ ഗ്രാമത്തലവനാണ്. ആ തലവൻ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു പണിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി പാർട്ടി പറയുന്ന പോലെയൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് പോട്ടെ. ഇവിടെ നടന്ന നല്ലതായ പഞ്ചായത്തിൻ്റെ കെട്ടിടങ്ങൾ അതുപോലെ ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുവാനും അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷേ ഇതുമാത്രം മതിയോ നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ വികസനം? ഇപ്പം നമ്മുടെ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് ഒരു വികസ്വര പഞ്ചായത്താണ്, ഡെവലപ്പിംഗ് പഞ്ചായത്താണ്. ഇതൊരു വികസിത പഞ്ചായത്ത് നമ്മൾ സ്വപ്നം കാണണ്ടേ? അങ്ങനെ ഒരു വികസിത പഞ്ചായത്ത് നമ്മൾ വികസിത കാഞ്ഞിരപ്പള്ളി സ്വപ്നം കാണുമ്പോൾ പഴയ മാറാത്തത് പലതും മാറ്റേണ്ടേ? ഇപ്പോൾ ഇവിടെ ഒരു പഞ്ചായത്ത് സമിതി കൊണ്ടുവന്നതാണ് അക്രയിലുള്ള മിനി ബൈപ്പാസ്. കുറേ പണം ചിലവാക്കി. ഇപ്പോൾ മിനി ബൈപ്പാസ് കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഇന്നലെ ഒരു വലിയ മഴ പെയ്തു. ആ മഴയിൽ തുമ്പമടയിൽ കുറേ വീടുകളിലൊക്കെ വെള്ളം കയറി. ആ വെള്ളം കയറാനുണ്ടായ സാഹചര്യം ഞാൻ മനസ്സിലാക്കിയത് തോട്ടിൽ വലിയൊരു ടാങ്ക് പണിതിരിക്കുക. ആ ടാങ്ക് പണിതുകൊണ്ട് ആർക്കെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായോ? നമ്മുടെ ഈ തൊട്ട് താഴെ ഈ ഹൗസിംഗ് കോളനിയുടെ തൊട്ടടുത്ത് തോട്ടിലൊരു ടാങ്ക് പണിതു. ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടായോ? അങ്ങനെ പ്രയോജനമില്ലാത്ത പല പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിച്ചു. സർക്കാരിൻ്റെ ആയിക്കൊള്ളട്ടെ പഞ്ചായത്തിൻ്റെ ആയിക്കൊള്ളട്ടെ പൊതു ഫണ്ട് വെറുതെ കളഞ്ഞു. അങ്ങനെയുള്ള ആ ഫണ്ടുകൾ കളഞ്ഞത് ശരിയാണോ? നമ്മളൊന്ന് ആലോചിക്കണം. പിന്നെ ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റ്, പഞ്ചായത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണ പഞ്ചായത്ത് കമ്മിറ്റിക്ക് MLAയുടെ ഫണ്ട് വരും, MP യുടെ ഫണ്ട് വരും. അത് പരമാവധി ഇവിടെ എത്തിക്കണം. അങ്ങനെ പരമാവധി എത്തിക്കാൻ ഒരു ശ്രമം നടന്നു. നമ്മുടെ MLAയുടെ ഒരു ഫണ്ടിൽ നിന്നും കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിന് അർഹമായ വീതം ലഭിച്ചോ? നമ്മളൊന്ന് ആലോചിക്കണം. അതുപോലെ MP യുടെ വീതത്തിൽ നിന്നും അവരെയൊക്കെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചെയ്യേണ്ടതല്ലേ? അത്തരം കാര്യങ്ങൾ ചെയ്തോ? നമ്മളൊന്ന് പരിശോധിക്കണം. നമുക്ക് ഇവിടെ നിന്നുപോയ പല പദ്ധതികളുമുണ്ട്. എന്തുകൊണ്ട് കാഞ്ഞിരപ്പള്ളി മിനി ബൈപ്പാസ് ഇനിയാണെങ്കിലും പുനരുജ്ജീവിച്ചു പോടാ? അതുപോലെ ഇവിടെ അടുത്തുള്ള ഏത് പഞ്ചായത്തുകൾ നോക്കിയാലും കാഞ്ഞിരപ്പള്ളി ഒരു മുനിസിപ്പാലിറ്റി ആയതാണ്. ഞങ്ങൾ 88 പഞ്ചായത്ത് മെമ്പറായപ്പോൾ 91 ഏപ്രിൽ മാസം 1-ാം തീയതി കാഞ്ഞിരപ്പള്ളി മുനിസിപ്പാലിറ്റി ആക്കി. 92 ഏപ്രിൽ മാസം 1-ാം തീയതി മറ്റൊരു ഏപ്രിൽ ഫുൾ ദിവസം അത് തിരിച്ചു പഞ്ചായത്തായി. ആ പഞ്ചായത്ത് അത് അന്ന് മുനിസിപ്പാലിറ്റിയായി നിന്നിരുന്നെങ്കിൽ എത്രയോ വികസനം ഇവിടെ ഉണ്ടാകുമായിരുന്നു. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ പഞ്ചായത്തിൽ ഇപ്പം നടപ്പാകുന്ന പല പദ്ധതികൾ കേന്ദ്ര സർക്കാർ പണം കൊടുത്തിട്ടുണ്ട്, കേരള സർക്കാരിൻ്റെ പണമുണ്ട്, പഞ്ചായത്തിൻ്റെ ഓൺ ഫണ്ടുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഇവിടുന്ന് പഴയിടം വരെയുള്ള റോഡ്. എന്തിയെ പണി ഇഴഞ്ഞ് നീങ്ങുന്നത്? ഇത് മാറണ്ടേ? പല പ്രശ്നങ്ങളുണ്ട് എന്ന് പറയും. പ്രശ്നങ്ങൾ മാറ്റണം. മറ്റു പല നിയോജക മണ്ഡലങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ അറിയാം, അവിടെ ഒരു പരിപാടി ഇട്ടാൽ പെട്ടെന്ന് നടക്കും. ഇവിടെ ചൈനയിൽ ഒരു റോഡ് പ്ലാൻ ചെയ്താൽ 1000 കിലോമീറ്ററുള്ള റോഡ് പ്ലാൻ ചെയ്താൽ 6 മാസം കൊണ്ട് അത് തീരും. ഇപ്പോൾ ഭാരതത്തിലും അങ്ങനെയുള്ള റോഡുകൾ കിലോമീറ്ററുകൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഇന്ന് ഭാരതത്തിൽ 4 കിലോമീറ്റർ ഹൈവേ പുതിയതായിട്ടുണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഈ പ്രദേശത്തും വികസനം ഉണ്ടാവണ്ടേ? നമ്മുടെ ഈ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് അതിൻ്റെ അകത്ത് അഴിമതി നടന്നിട്ടുണ്ടോ? നമ്മളെല്ലാം ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ ബൈപ്പാസ് ടെൻഡർ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് അതിൻ്റെ അടിയിലൊരു പാറക്കനിയാണ്, ഒരു സ്വർണ്ണക്കനി പോലെയാണ്. അപ്പം കോൺട്രാക്ടർക്ക് കൂടുതൽ കാശ് കിട്ടും. അപ്പോൾ ചിലർ ആ കാശ് അതിൽ ഞങ്ങൾക്കും വീതം വേണം എന്ന് പറഞ്ഞ് കോൺട്രാക്ടറെ സമീപിച്ചു. പിന്നീട് അവിടെ ഒരു എങ്ങനെയാണെന്ന് അവിടുത്തെ ഭൂമിയുടെ സ്ഥിതി പരിഗണിക്കാതെയാണ് ടെൻഡർ കൊടുത്തത്. അപ്പം മുഴുവൻ ആ പാറ പൊട്ടിച്ചാൽ തന്നെ ഈ ബൈപ്പാസും ഈ പാലവും പണിത് തീർക്കാൻ സാധിക്കും, അത് വിറ്റാൽ തന്നെ. ആ രീതിയിൽ നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ചെയ്യുവാനായിട്ടുള്ള താല്പര്യം പലർക്കും ഉണ്ടായിട്ടില്ല എന്നാണ് പറയേണ്ടത്. അതിന് CPM എന്നോ കോൺഗ്രസ് എന്നോ BJP എന്നോ നോക്കാതെ എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഓക്കെ, വീണ്ടും താങ്കളിലേക്ക് വരാം. പ്രസിഡന്റിന് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ആണ് BJP തന്നിരിക്കുന്നത്. വലിയ കാര്യം, അത് ഒരു പ്രസിഡന്റിനും കിട്ടാത്ത ഒരു കയ്യടി കൊടുക്കാം. അതുകൊണ്ട് തന്നെ
എങ്കിൽ വേറൊരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞു. ബൈപ്പാസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണഖനിയിൽ ആരൊക്കെയോ വീതം ചോദിച്ചെന്ന്. ഇവിടെ സംസാരിച്ച ബഹുമാന്യനായ PA ഷമീർ പറഞ്ഞു, പഞ്ചായത്ത് ഓഫീസ് ഞങ്ങളാണ് തുടങ്ങി വെച്ചത്. അല്ല, ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞു. ഞാൻ ഈ പഞ്ചായത്ത് ഓഫീസിനെ സംബന്ധിച്ച് പറയുമ്പം ഏതാണ്ട് നോബൽ മാത്യു പറഞ്ഞതുപോലെ തന്നെ 1988 കാലം മുതൽ ഇപ്പോൾ വരെ പഞ്ചായത്ത് അംഗമായും പ്രസിഡന്റായും പ്രവർത്തിക്കുന്ന അനുഭവമുള്ള ഒരാളാണ്. അപ്പോൾ ഈ കാലയളവിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി എൻ്റെ മനസ്സിലുള്ള ഒരാളാണ്. ആദ്യം ഇതിന് പണി ആരംഭിച്ചു. നമ്മുടെ ടൗൺ ഹാളിൻ്റെ കോമ്പൗണ്ടായിരുന്നു. കെല്ലെന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് പണി ഏറ്റെടുത്തത്. അവിടെ പണി ആരംഭിക്കുന്നതിന് വേണ്ടി ഫില്ലറിൻ്റെ കുഴി കുത്തിയപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കൂമ്പാരമാണ്, അതെല്ലാവർക്കും അറിയാം. അവരെ പണി ഉപേക്ഷിച്ചു. MLA യും ആ സന്ദർഭത്തിൽ ഇത് ഉപേക്ഷിച്ചു. ഫണ്ട് ചെലവഴിക്കപ്പെടാൻ പറ്റിയല്ല. പിന്നീട് ഞങ്ങൾ ഈ ഭരണസമിതി വരുമ്പോഴാണ് പഞ്ചായത്ത് ഓഫീസിനെ കുറിച്ച് ആലോചിക്കുന്നത്. പഴയ പഞ്ചായത്ത് ഓഫീസ് പൊളിച്ച് മനോഹരമായ പുതിയ പഞ്ചായത്ത് ഓഫീസ് പണിയണം എന്ന് MLA യുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് അങ്ങനെയാണ് പണം രണ്ടാമത് അനുവദിക്കുന്നതും പണി ആരംഭിക്കുന്നതും. ഈ ഉദ്ഘാടനത്തെ സംബന്ധിച്ച് ഇദ്ദേഹം ഉൾപ്പെടുന്ന പഞ്ചായത്ത് കമ്മിറ്റി ഞങ്ങൾ ചർച്ച ചെയ്തപ്പം ഐക്യകണ്ഠേനയാണ് തീരുമാനമെടുത്തത് ഉദ്ഘാടനം ചെയ്യുന്നതിനെ സംബന്ധിച്ച്. ആദ്യത്തെ ഒരു നില നമ്മൾ ഒക്ടോബർ മാസം 2-ാം തീയതി പൂർത്തീകരിക്കണം. രണ്ടാമത്തെ നില ഇതിനോടൊപ്പം ദ്രുതഗതിയിൽ പണിയണം. ഡിസംബർ മാസത്തിൽ പഞ്ചായത്ത് ഓഫീസ് പൂർണ്ണമായും അങ്ങോട്ട് മാറണം എന്നാണ് നമ്മുടെ തീരുമാനം. അത് വളരെ വ്യക്തമായി തന്നെ ആ യോഗത്തിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പണി ഏതാണ്ട് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതാണ് പഞ്ചായത്തിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ പഴയ പഞ്ചായത്തിൻ്റെ അവസ്ഥ. അതൊരു മനോഹരമായ പഞ്ചായത്ത് ഓഫീസ് എന്ന നിലയിൽ മാറ്റി തീർക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. 10 കോടി വരുമാനത്തിൻ്റെ കാര്യം പറഞ്ഞു. 10 കോടി വരുമാനം ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നല്ലോ. പഞ്ചായത്ത് ഓഫീസിനെ കുറിച്ച് ചിന്തിക്കാമായിരുന്നല്ലോ. സഹൃദയ വായനശാല പൊളിച്ചു പണിയുന്നതിനെ കുറിച്ച് ചിന്തിക്കാമായിരുന്നല്ലോ. ഇവിടെ PHSക്ക് കെട്ടിടം ഉണ്ടാകുന്നതിനെ കുറിച്ച് ചിന്തിക്കാമായിരുന്നല്ലോ. ഇത് വഴിയോര വിശ്രമത്തെക്കുറിച്ച്, വിശ്രമ കേന്ദ്രത്തെക്കുറിച്ച് ചിന്തിക്കാമായിരുന്നല്ലോ. അന്നൊന്നും ചിന്തിച്ചില്ലല്ലോ. ഇവിടെ മിനി ബൈപ്പാസിനെ കുറിച്ച് സൂചിപ്പിച്ചു. മിനി ബൈപ്പാസ് ആരാണ് പണിതത്? ഇവിടെ ഈ തോടിൻ്റെ നടുഭാഗത്ത് കൊണ്ട് എത്ര കോടി രൂപയാണ് അവിടെ, എത്ര ലക്ഷം, 1 കോടി രൂപയിലധികമാണ് അവിടെ കൊണ്ട് ആ തോടിൻ്റെ നടുക്ക് കല്ല് കെട്ടി ബൈപ്പാസ് ആണെന്ന് പറയുന്നത്. അത് പൂർത്തീകരിക്കുന്നതിന് ഞങ്ങളെതിരല്ല, അത് പണിയുന്നതിന് ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അതിൻ്റെ തുടക്കഭാഗത്തെ സംബന്ധിച്ച് ഒരു കമ്പൻസേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. അത് പൊളിച്ചു മാറ്റണം. NHയുമായി ബന്ധപ്പെട്ട് നമുക്ക് ആലോചിക്കണം. ബൈപ്പാസ് എവിടുന്ന് തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം എന്നൊന്നും ഒരു ധാരണയില്ലാതെ ചില ആളുകളുടെ താല്പര്യത്തിന് വേണ്ടി പണിതൊരു ബൈപ്പാസ്, അത് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറല്ല. അതിനിടയ്ക്ക് അതിന് വിജിലൻസ് കേസും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് അറിയാം. അതൊക്കെ മറച്ചു വെച്ചോണ്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞാൽ ഇവിടെ ധാരാളം വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പം ചില കാര്യങ്ങളെ സംബന്ധിച്ച് ബിജു പത്യാല പറഞ്ഞു, അവിടെ ആരുടെയൊക്കെ പേര് ശിലാഫലകത്തിൽ, അതൊന്നും ചർച്ച ചെയ്യുന്നൊരു വേദിയല്ലല്ലോ ഇത്. ശിലാഫലകത്തിൽ ചിലപ്പം അതിൻ്റെ ഡയറക്ഷൻ തരുന്നത് MLA ഫണ്ടാണെങ്കിലും MP ഫണ്ടാണെങ്കിലും അത് ചെലവഴിക്കപ്പെടുന്ന കേന്ദ്രമാരാണോ അവർ നൽകുന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിലാഫലകം നമ്മൾ സ്ഥാപിക്കുന്നതും അത് പണിയുന്നതും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ MP ഫണ്ടിനെ സംബന്ധിച്ച് നോബൽ മാത്യു ചോദിച്ചു. MLA ഇവിടെ തന്ന കണക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ കണക്കുകൾ പറയാനാണ് ധാരാളമുണ്ട്, അതെല്ലാം പറയാനുണ്ട്. അതെല്ലാം പറയാനുള്ള സമയം നമുക്കില്ല എന്നുള്ളത് കൊണ്ട് ജനങ്ങൾക്ക് സൂചിപ്പിച്ചോട്ടെ. MP ഈ കാലയളവിൽ ഈ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കുറച്ച് ലൈറ്റുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കും. മറ്റു വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 1 രൂപ നൽകിയിട്ടില്ല എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ഇവിടെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചോദ്യങ്ങളായി ചോദിക്കാം. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിനെ ഒരു വികസന കുതിപ്പിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു ഭരണസമിതിയാണ് സഖാവ് KR തങ്കപ്പൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി. ഇവിടെ 1-2 പേര് ഷമീർ സംസാരിച്ചപ്പോൾ MLAയുടെ കാര്യം പറഞ്ഞു. MLA ഇപ്പോൾ ആരുടെ കൂടെയാണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെയാണോ UDFൻ്റെ കൂടെയാണോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ വന്നപ്പോഴാണ് MLAക്ക് പിന്തുണ കൊടുക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും സജീവമായി നിന്ന് നമ്മുടെ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കോട്ടയം ജില്ലയിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ഒരു പഞ്ചായത്താണ് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള പഞ്ചായത്ത്. ഈ പഞ്ചായത്ത് വികസന കുതിപ്പിലേക്കാണ് നീങ്ങുന്നത്. വികസനം നാനാ രംഗത്തുള്ള വികസനമാണ്. നമ്മുടെ വിദ്യാഭ്യാസ LP സ്കൂള്, ഈ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള 4 സ്കൂളുകളുണ്ട്. ഏറ്റവും മെച്ചപ്പെട്ട സ്മാർട്ട് സ്കൂൾ ക്ലാസ്സുകളായി മാറ്റപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് വന്നത്. പഞ്ചായത്തിൻ്റെ 2 PHC സെൻറ്ററിൻ്റെ കാര്യം പറഞ്ഞു. അതോടൊപ്പം തന്നെ 4 സബ് സെൻറ്ററുകൾ ഇവിടെ ഈ PHCയുടെ കീഴിലുണ്ട്. 4 സബ് സെൻറ്ററുകൾ ഏറ്റവും മനോഹരമായി മുമ്പോട്ട് പോകുന്നു. അങ്ങോട്ട് വില്ലണിയെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ്റെ നാമധേയത്തിൽ അവിടെ VS അച്യുതാനന്ദൻ സ്മാരക കൺവെൻഷൻ സെൻറ്റർ ഏറ്റവും മനോഹരമായ 30 പേർക്ക് തൊഴിൽ ലഭ്യമാക്കാൻ പറ്റുന്ന, തയ്യൽ അടക്കം നടത്താൻ പറ്റുന്ന, അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ
കയറ്റി അയക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനത്തിലേക്ക് വന്നു. നമ്മുടെ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ എല്ലാ അംഗൻവാടികളും എടുത്ത് പരിശോധിച്ചാൽ, കാർഷിക മേഖല എടുത്ത് പരിശോധിച്ചാൽ, അത് ഓരോ മേഖല എടുത്ത് പരിശോധിച്ചാൽ ഇത്രയേറെ വികസന പ്രവർത്തനം നടന്നിട്ടൊരു കാലയളവില്ല. അതുകൊണ്ട് സഖാവ് KR തങ്കപ്പൻ്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിക്കും അതുപോലെ തന്നെ ബ്ലോക്ക് ഭരണസമിതിക്കും ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയും ജനങ്ങളോടൊപ്പം നിൽക്കുന്നവരാണ് ഇത് എന്നതുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും MLAയും എല്ലാം ഇടതുപക്ഷത്തിന്റെ ഭാഗമായി മാറിയിട്ടുള്ളത്. ആരാണ് ചോദ്യമായി ചോദിച്ചോളെ? എനിക്ക് ചോദിക്കാനുള്ള ബിജുവിനോടും അതുപോലെ തന്നെ പ്രിയപ്പെട്ട നോബൽ മാത്യുവിനോടാണ്. ഒന്ന്, നമ്മുടെ പഞ്ചായത്ത് ബിൽഡിങ്ങുമായി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട ബിജു സംസാരിച്ചു. അപ്പം അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇത് നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റിയിലാണ് ഈ തീരുമാനം എടുക്കുന്നത്. അന്ന് ഇവർ പാല് കാച്ചതിനെ കുറിച്ച് ആലോചിച്ചില്ല. ഇത് കഴിഞ്ഞിട്ട് പാല് കാച്ചിയാൽ മതിയോന്ന് അവരവിടെ പറഞ്ഞില്ല. അവർ പറഞ്ഞത് ഒന്നും മിണ്ടിയില്ല, ഐകകണ്ഠേന തീരുമാനമെടുത്തു. അതുപോലെ തന്നെ അതിൻ്റെ നമ്മുടെ ജനീവ് ഇതിൻ്റെ പ്ലാൻ വരച്ച ആളെക്കുറിച്ച് പറഞ്ഞു. പ്ലാൻ വരച്ച ആൾക്ക് കൃത്യമായിട്ട് ഇതിന് പണി തുടങ്ങുന്നതിന് മുമ്പേ പഞ്ചായത്ത് ഹാളിൽ വെച്ച് MLA ആദരിച്ചതാണ്. അപ്പം സർക്കാരിൻ്റെ മാനദണ്ഡം അനുസരിച്ച് ആ ബിൽഡിങ്ങിൽ അയാളുടെ പേര് കുത്തിവെക്കാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ കാര്യം. അപ്പം ഇവർ പങ്കെടുത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ പങ്കെടുത്തില്ലെങ്കിലും ഈ നാട്ടിലെ 700 ആൾക്കാർ ആ യോഗത്തിൽ പങ്കെടുത്തു. അതുപോലെ പ്രിയപ്പെട്ട നോബൽ മാത്യു പറഞ്ഞു, MLA ഫണ്ട് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇവിടെ നിൽക്കുന്ന UDF മെമ്പർമാരോടും ഈ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ 7 UDF മെമ്പർമാരും 2 BJP മെമ്പർമാരും. അപ്പം നിൽക്കുന്ന 2 മെമ്പർമാരോട് ചോദിച്ചു അവരുടെ വാർഡുകളിൽ ഫണ്ട് വന്നിട്ടുണ്ടോ എന്ന് വെച്ചു. എല്ലാ വാർഡുകളിലും ഗ്രാമീണ മേഖലകളിലും എല്ലായിടത്തും പ്രിയപ്പെട്ട ജയരാജ് സർ ഫണ്ട് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വികസന ഫണ്ടുകൾ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലാണ് ചെയ്തേക്കുന്നത്. ഇവിടെ തന്നെ ഇപ്പം ഈ കൊടത്തൂമുടി റോഡെന്ന് പറഞ്ഞു, 88 കോടി രൂപയുടെ റോഡിന് പണി തുടങ്ങി. എത്ര പെട്ടെന്ന് പണി നടക്കുമെന്ന് നോക്കിയാൽ ഇല്ല. കാരണം കാലാവസ്ഥ നമുക്കറിയാം. ഇവിടെ ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നില്ല എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരാണ് ഇന്ന് വിഷയക്കാർ. ഷമീർ, ഒരു മറുപടി. നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനും നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിജോ വാളാന്തരയ്ക്കും അറിയാം, ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞ 5 വർഷക്കാലം ഇതിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ പ്രതിപക്ഷ കക്ഷികൾ എന്ന നിലയിൽ ഞങ്ങൾ നിർലോഭമായ പിന്തുണ കൊടുത്തിട്ടുള്ളത്. ഈ പഞ്ചായത്ത് ഭരണസമിതിയുമായി ബന്ധപ്പെട്ട എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും യാതൊരു തർക്കങ്ങളും പറയാതെയുള്ള പിന്തുണ നൽകിയിട്ടുള്ളത്. പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചത് പ്രതിപക്ഷ ധർമ്മം എന്ന നിലയിൽ ഈ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പോരായ്മയെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടാവുന്നതുകൊണ്ട് അത് കൃത്യമായ സംഘടനയോടുണ്ട്. ഇവിടെ പഞ്ചായത്ത് ഞാൻ നേരത്തെ പറഞ്ഞ സമയത്ത് തന്നെ സൂചിപ്പിച്ചു, ഈ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിൽ ഇദ്ദേഹം പറയുന്നത് പോലെ ഞങ്ങൾ വിട്ടുനിന്നു പത്രത്തിൽ വാർത്ത പോലും ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഞങ്ങൾ പത്രത്തിൽ വാർത്ത പോലും കൊടുത്ത് കാഞ്ഞിരപ്പള്ളിയിലെ സാധാരണ ജനങ്ങളിൽ കൺഫ്യൂഷൻ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ആ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായി ഉദ്ഘാടനം ചെയ്യുന്നുള്ള ഞങ്ങളുടെ നീരസ്ഥ ഞങ്ങൾ അറിയിച്ചു എന്ന് മാത്രമാണുള്ളത്. അതിനുള്ളൊരു ജനാധിപത്യപര അവകാശമില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അതിനുള്ള സഹിഷ്ണുത നിങ്ങൾ കാണിക്കണമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. 2, നമ്മുടെ ഈ മിനി ബൈപ്പാസുമായി ബന്ധപ്പെട്ട ഒരു സൂചിപ്പിക്കുകയുണ്ടായി. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഗതാഗത കുരുക്ക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മണിക്കൂറുകളോളം കിടന്നാലും നമുക്കൊരു പ്രദേശത്തേക്ക് കടന്നു പോകാൻ കഴിയാത്ത വിധത്തിലുള്ള ഗതാഗത കുരുക്കം ഉണ്ടാകുന്നത്. ഇപ്പം നമ്മുടെ വലിയ ബൈപ്പാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുകൂടെ ചെറിയ വാക്കുകളാണ് സൂചിപ്പിക്കുകയുണ്ടായി. അത് ഒരുപാട് നൂലാമാലകളിലൂടെ കടന്നു പോവുകയാണ്. ഇവിടെ മിനി ബൈപ്പാസ് നിർമ്മാണം പൂർത്തീകരിക്കുക, അതിനെതിരെ ചില തൽപര കക്ഷികൾ അതിനെതിരെ വിജിലൻസിൽ കേസ് കൊടുക്കുകയുണ്ടായി. ആ വിജിലൻസ് 2 തവണ റിപ്പോർട്ട് നൽകി. അതായത് എത്ര മീറ്റർ നീളത്തിൽ എത്ര മീറ്റർ വീതിയിലാണോ അതിന് നിർമ്മാണ പ്രവർത്തനം നടത്തേണ്ടത്, അതിൽ കൂടുതൽ നീളത്തിലും വീതിയിലും എല്ലാ സ്ഥലങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്. അതിൽ 1 രൂപ പോലും അഴിമതിയില്ല എന്ന് വിജിലൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ വിജിലൻസ് സർക്കാർ തന്നെ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് വേണ്ടി അഡീഷണൽ സെക്രട്ടറി കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ട് പറഞ്ഞു, 1 കോടി രൂപ മുതൽ മുടക്കിയ ഈ ഫണ്ട് ഈ പദ്ധതി നിർത്തലാക്കാതെ അതിനാവശ്യമായ എത്ര രൂപ വേണമെന്ന് നിങ്ങൾ എസ്റ്റിമേറ്റ് എടുത്ത് 7 ദിവസങ്ങളിൽ അറിയിക്കണം സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ അടിയന്തരമായി 7 ദിവസം വീണ്ടും പോയി എസ്റ്റിമേറ്റ് എടുത്ത് 57 ലക്ഷം രൂപയും ഉണ്ടായിരുന്നെങ്കിൽ ഇത് പൂർത്തിയാക്കാൻ റിപ്പോർട്ട് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ നിന്നും സംസ്ഥാന ഗവൺമെൻറ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകുകയുണ്ടായി. അതിനുശേഷം നാളെ ഒരു 5 വർഷക്കാലമായിട്ടും എല്ലാ ബഡ്ജറ്റിലും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഞങ്ങൾ എല്ലാ വർഷവും ബഡ്ജറ്റ് നടക്കുന്ന സമയത്തും വികസന സഭ നടക്കുന്ന സമയത്തുമൊക്കെ മിനി ബൈപ്പാസിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന സമയത്ത് മിനി ബൈപ്പാസിന് ആവശ്യമായ പണം നൽകാമെന്ന് എല്ലാ ബഡ്ജറ്റുകളിലും ഒരു സൂചിപ്പിക്കാറുണ്ട് എന്നുള്ളത്. അവസാനം പദ്ധതി രൂപീകരണ സമയത്ത് ആ ഫണ്ട് ഒഴിവാക്കുക മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ പ്രസിഡന്റ് സൂചിപ്പിച്ചു അതിനകത്ത് വലിയ എന്തൊക്കെയോ അഴിമതി അന്വേഷിക്കേണ്ട UDFന്റെ ഭരണകാലത്ത് ആരംഭിച്ച മിനി ബൈപ്പാസിൽ അഴിമതി ഇല്ല എന്ന്
LDF ഭരണകാലത്തെ വിജിലൻസ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. UDF കാലത്ത് പണി ആരംഭിച്ചത് ഇല്ലെന്ന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ പിൻബലത്തിലാണ് ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ പ്രകാരം ചെയ്യണമെന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായത്. അല്ലാതെ ഈ പറഞ്ഞ നിലയിലെന്ന് പറയാൻ പോലെ. അതുപോലെ നമ്മുടെ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടാണ് ഈ പോരാട്ടം 2025 കുറിച്ച് നമ്മൾ ചർച്ച ആരംഭിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതോടൊപ്പം തന്നെ ഒരു 25-30 വർഷക്കാലം മുമ്പുള്ള കാഞ്ഞിരപ്പള്ളിയിലെ ഒരു വികസന ചരിത്രത്തെക്കുറിച്ച് പ്രിയപ്പെട്ട നമ്മുടെ CPM നേതാവ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും അതിനെക്കുറിച്ച് പറയാൻ സമയം തരികയാണ്. അതിനെക്കുറിച്ച് വേണ്ടി ഞങ്ങൾ സമയം പറയുന്നത്. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary wear showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary wear brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ പ്രൊഡക്റ്റുകളിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹന വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരാകാതെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരവും വിൽപ്പനാനന്തര സേവനവും ഈ കാലഘട്ടത്തിൽ ഒരു ഉപഭോക്താവ് കരുതലോടുകൂടി ഉറപ്പുവരുത്തേണ്ടതാണ്. വിവിധ തര ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരത്തിൽ 30 വർഷത്തിന് മേൽ പ്രവർത്തന പാരമ്പര്യമുള്ള മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഈ ഫീൽഡിലെ എക്സ്പേർട്സിൽ നിന്ന് തന്നെ നിങ്ങൾ സ്വന്തമാക്കും. ഓൺ ഗ്രിഡ് അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റുകൾ, രാത്രി കാലങ്ങളിൽ വീടിന്റെ പരിസരവും ഗാർഡനുകളും അതിമനോഹരമാക്കുവാനുള്ള സോളാർ ഗാർഡൻ ലൈറ്റുകൾ, ബാറ്ററിലെസ് സോളാർ പവർ പ്ലാന്റുകൾ,
ഹൈ വോൾട്ടേജ് ആൻഡ് ലോ വോൾട്ടേജിൽ നിന്ന് നമ്മുടെ ഗൃഹോപകരണങ്ങളെ സംരക്ഷിക്കുന്ന ഇലക്ട്രിക് പ്രൊട്ടക്ടറുകൾ, MG ബ്രാൻഡഡ് സോളാർ വാട്ടർ ഹീറ്ററുകൾ, കോൺസ്റ്റന്റ് വോൾട്ടേജ് ഔട്ട്പുട്ട് നൽകുന്ന MG സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറുകൾ, ഭക്ഷണപാനീയങ്ങളും മറ്റും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഡീപ് ഫ്രീസറുകൾ, ഹോസ്പിറ്റൽ മോർച്ചറി ചേംബറുകൾ, മൊബൈൽ മോർച്ചറികൾ എന്നിവ ഞങ്ങളുടെ വിശാലമായ ശ്രേണിയിൽപ്പെടുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ ഈ പ്രൊഡക്റ്റുകളെക്കുറിച്ച് അറിയുന്നതിനായി സന്ദർശിക്കൂ murikans.com അല്ലെങ്കിൽ solarkerala.com. വളരെ അപൂർവം സംഭവിക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് സത്യം പറയുക എന്നുള്ളത്. അപ്പോൾ തങ്കപ്പചേട്ടൻ പറഞ്ഞു, നമ്മുടെ ഫലകത്തിൽ പേര് സൂചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഫണ്ട് നൽകുന്ന കേന്ദ്രങ്ങൾ പറയുന്നതനുസരിച്ച് പലപ്പോഴും അതിനകത്ത് പ്രോട്ടോക്കോളൊക്കെ പ്രകാരം പേര് വെക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഇവിടെ വികസനത്തെക്കുറിച്ച് പറഞ്ഞതിനകത്ത് ഏറ്റവും കൂടുതൽ വികസനത്തെ ഊന്നി പറഞ്ഞത് ഇവിടുത്തെ ഹെൽത്ത് സെൻ്ററുകളെ കുറിച്ചിട്ടാണ്. നമ്മുടെ പഞ്ചായത്തിലെ 4 ഹെൽത്ത് സെൻ്ററുകളെ ആധുനിക രീതിയിലേക്ക് മാറ്റി. ബാക്കിയുള്ളത് വന്നിട്ടുണ്ട്, ബാക്കിയുള്ളത് പറഞ്ഞിട്ടുണ്ടല്ലോ, സബ് സെൻ്ററുകൾ, അതാണ് സബ് സെൻ്ററുകളെ. അപ്പം അത് കാഞ്ഞിരപ്പള്ളി മാത്രമല്ല, ഈ ഭാരതത്തിലെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളെയും വെൽത്ത്നെസ് സെൻ്ററുകളാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഹെൽത്ത് സെൻ്ററുകളെയും ഹോസ്പിറ്റലുകളെയും അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും റീൽസ് കാണാറുണ്ട്, നമ്മുടെ ആരോഗ്യ പരിപാലന കേന്ദ്രത്തെ ഇനി മുതൽ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി ആക്കണമെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. അതങ്ങ് കൈ വെച്ചാൽ മതി, മാറ്റില്ല എന്ന് കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി പറഞ്ഞു. പക്ഷെ ഇവിടുത്തെ എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളെയും നോക്കിയാൽ അവിടെയൊക്കെ വെണ്ടയ്ക്ക മുഴുപ്പിൽ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് എഴുതിയിട്ടുണ്ട്. അത് തങ്കപ്പചേട്ടൻ പറഞ്ഞതുപോലെ കാശ് കൊടുക്കുന്നവർ പറയുന്നത് അനുസരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. പിന്നെ ഉദ്ഘാടനത്തിൻ്റെ കഥ പറഞ്ഞു. നമ്മുടെ 1ാം നില പൂർത്തിയാക്കിയ പഞ്ചായത്തിൻ്റെയും സഹൃദയ വായനശാലയുടെയൊക്കെ പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, കാരണം നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തിൽ, ചെറക്കടവ് പഞ്ചായത്തിൽ, അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പഞ്ചായത്ത് പണിതു. ആ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം ഇതിപ്പോൾ 4ാം വട്ട ഉദ്ഘാടനമാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ MP രാജേഷ് മന്ത്രി നടത്തിയത്. ഇതുവരെ അതിനകത്ത് പ്രവർത്തനം തുടങ്ങാൻ പറ്റിയിട്ടില്ല. 4 വട്ടം ഓരോ തെരഞ്ഞെടുപ്പ് അല്ല അതായ അവസ്ഥയാണല്ലോ. അത് അവിടെ ഭരിക്കുന്നതും LDF ആണ്. ഇതേ പഞ്ചായത്ത് ഇതേപോലെയാണ് ഉദ്ഘാടനങ്ങൾ. ഇലക്ഷനുകൾ വരും, ആ ഇലക്ഷനുകൾ മുമ്പായിട്ട് വെറുതെ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് ഉദ്ഘാടനം നടക്കും. പൊതുജനങ്ങൾക്ക് പ്രസിഡന്റ് ഇവിടെ ഒരു കാര്യം ആദ്യം സൂചിപ്പിക്കാം. ബഹുമാനനായ നോബൽ മാത്യു സംസാരിച്ചപ്പോൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യമല്ലെങ്കിലും കാഞ്ഞിരപ്പള്ളിയിലെ പൊതുസമൂഹം ഏറെ പ്രാധാന്യത്തോടു കൂടി കാണുന്നതാണ് ബൈപ്പാസിനെ സംബന്ധിച്ച്. ബൈപ്പാസ് നമുക്കറിയാം, ഈ ടെൻഡർ എവിടെ ഇരുന്നാലും ആർക്കും ആ ടെൻഡറിൽ കയറാം. ഒരു ഗുജറാത്തി ഏജൻസിയാണ് ആ കരാർ എടുത്തത്. കരാർ എടുത്ത അയാളുടെ കാലാവധി പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ പണി അയാൾ ഇട്ടേച്ച് പോയി. അതെല്ലാവർക്കും അറിയാം. വീണ്ടും അയാളെ ഒഴിവാക്കി. കാരണം കിക്ബി പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ അവർ തന്നെ അതിന് ഇടപെടുകയും ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തി ആദ്യത്തെ കരാറുകാരനെ ഒഴിവാക്കിയതിന് ശേഷം വീണ്ടും ഇപ്പോൾ ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ്. നിലവിൽ ഇനിയും പൂർത്തീകരിക്കാനുള്ള പണിയുടെ എസ്റ്റിമേറ്റ് എടുത്ത് ആ എസ്റ്റിമേറ്റ് അപ്ലോഡ് ചെയ്ത് ടെൻഡർ നടപടിയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ടെൻഡർ ഡിസംബർ മാസം 1-ാം തീയതി അത് ഓപ്പൺ ചെയ്യും. ടെൻഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കരാറുകാരൻ്റെ ടെൻഡർ അംഗീകരിച്ചതിന് ശേഷം ഏതാണ്ട് ജനുവരി മാസം വീണ്ടും ബൈപ്പാസിൻ്റെ പണി ആരംഭിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ അവിടെ നടന്നിട്ടുള്ള ചില പ്രവൃത്തിയെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും ആക്ഷേപമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ അവരെ ഒഴിവാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചതും ആ പറഞ്ഞ കാലാവധിക്കുള്ളിൽ ആ ഗുജറാത്തി ഏജൻസി പണി നടത്താതെ വന്നു ഒരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഗവൺമെൻറ്റും ബഹുമാനപ്പെട്ട MLAയും ഒക്കെ ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. മറ്റിവിടെ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തനം ഡിസംബർ മാസത്തിൽ ആരംഭിക്കും എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ പഞ്ചായത്ത് ഓഫീസിനെ കുറിച്ചും വായനശാലയെക്കുറിച്ചും പറയുമ്പം ഈ പറയുന്ന ആളുകൾ അതിൻ്റെ മുറ്റത്തോട്ട് വന്നൊന്നും എത്തി നോക്കിയിട്ടില്ല ഇതിൻ്റെ പണിയെ സംബന്ധിച്ച്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പറഞ്ഞിരിക്കുന്ന മെമ്പർമാർ ഇല്ലെങ്കിൽ ബഹുമാനപ്പെട്ട PA ഷമീർ അടക്കമുള്ള ആളുകൾ
ഇന്ന് തന്നെ നമ്മുടെ പഞ്ചായത്ത് ഓഫീസ് ഒന്ന് സന്ദർശിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട് എനിക്ക് ഈ കാര്യത്തിൽ. Okay, മിനി okay. ബൈപ്പാസിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഷമീർ തന്നെ പറഞ്ഞിട്ടുണ്ട്. 1 കോടിയിലധികം വരുന്ന തുക ഒരു ബൈപ്പാസിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെ നിന്നാ? ഒരു തോടിന്റെ സെൻട്രൽ ഭാഗത്ത് കുറെ കൽപ്പിത്തി കെട്ടിയിട്ട് ഇത് ബൈപ്പാസ് ആണെന്ന് ചൂണ്ടിക്കാണിച്ചാൽ പിന്നീട് വരുന്ന ആളുകൾ അതെല്ലാം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നടത്താൻ പറ്റുമോ? അതിന്റെ നിയമപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. ബൈപ്പാസ് എവിടെ ആരംഭിക്കണം, എവിടെ ചെന്ന് ഇത് ഇറങ്ങണം എന്നതൊക്കെ ഒരു NHന്റെ റോട്ടുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ചകളൊക്കെ നടത്തി നിയമപരമായ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നിരുന്നാലും ഈ മിനി ബൈപ്പാസ് പൂർത്തീകരിക്കുന്നതിന് ഞങ്ങൾ തയ്യാറാണ്. അതിനാവശ്യമായ ഫണ്ടുകൾ ബഡ്ജറ്റിൽ നമ്മൾ പല കമ്മിറ്റികളിലും വകയിരുത്തിയിട്ടുണ്ട്. ഇനിയാണെങ്കിലും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കാർക്കും ഒരു തർക്കമില്ല. കാഞ്ഞിരപ്പള്ളി മിനി ബൈപ്പാസ് വരണം എന്നതിനെ സംബന്ധിച്ച് ഏറ്റവും അധികം കമ്മിറ്റിയിൽ സംസാരിച്ചിട്ടുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് ഞാൻ. അതുകൊണ്ട് ആ കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട, ഒരു ആശങ്കയും വേണ്ട. പക്ഷേ നിയമപരമായി നിൽക്കുന്ന തടസ്സങ്ങൾ പരിഹരിച്ച് ആ ബൈപ്പാസ് കൊണ്ടുവരുന്നതിന് വേണ്ടി ആവശ്യമായ എല്ലാ തരത്തിലുള്ള ഇടപെടലുകളും ഞങ്ങൾ നടത്തും. എന്റെ ചോദ്യം UDFിലെ ബിജു പത്തിയാലോടാണ്. ഒരു പഞ്ചായത്തിന്റെ വികസനം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ തനത് ഫണ്ട് മാത്രം ഉപയോഗിച്ചാകണമെന്നില്ല. അത് MPയുടെ ഫണ്ടും MLAയുടെ ഫണ്ടും എല്ലാം ഉൾപ്പെടുന്നതാണ്. അപ്പം MP കാഞ്ഞിരപ്പള്ളിക്ക് വേണ്ടി 11 വർഷമായിട്ട് ഇപ്പോൾ 11 വർഷത്തോളമായി ആന്റോ ആന്റണി MP കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിന് വേണ്ടി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ഏതെങ്കിലും 2 കാര്യം പറഞ്ഞാൽ മതി. ലൈറ്റ് പറയരുത്, അല്ലാതെ ഒരു കാര്യം കൂടെ പറയുക. ഓക്കെ ബിജു. അതിനകത്ത് ഒരു റോഡ് ആദ്യമായിട്ട് പറഞ്ഞേക്കാം. നമ്മുടെ കാഞ്ഞിരപ്പള്ളി കുരിശുകവലയിൽ നിന്ന് മഞ്ചക്കുഴിക്കവല വരെയുള്ള റോഡ് ആൻഡവാനയുടെ ഫണ്ടിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഒന്നാണ്. അറിയാമോ? താങ്കൾക്കറിയാവോ? ഏതാ? 7 വർഷം മുമ്പ്. അല്ല ഏതാ? ഒരു റോഡല്ലേ, ഒരു റോഡിന്റെ പേരല്ലേ ചോദിച്ചുള്ളൂ. ഒന്ന് അടുത്ത പറയാം. ലേറ്റർ റോഡ് മാറ്റി വെച്ച് സംസാരിക്കും. ഹലോ, കാഞ്ഞിരപ്പള്ളി പഞ്ചായത്ത് 4-ാം വാർഡിൽ വില്ലണിയിൽ നിന്ന് ആരംഭിച്ച് തിടനാട് പഞ്ചായത്തിൽ എത്തിച്ചേരുന്ന 6.25 കിലോമീറ്റർ ദൂരമുള്ള 4 കോടി രൂപ ചെലവഴിച്ച റോഡ് ആൻഡ് ആന്റണി PMGSY ഉൾപ്പെടുത്തി കൊടുത്ത റോഡ്. ഒന്ന് കാഞ്ഞിരപ്പള്ളി 26-ാം മൈലിൽ നിന്നും ആരംഭിച്ച് പാറത്തോട് പഞ്ചായത്തിന്റെ വശങ്ങളിലൂടെ കടന്നുപോയി നമ്മുടെ ആനക്കലിൽ എത്തിച്ചേരുന്ന റോഡ് ഏതാണ്ട് 4.25 കോടി രൂപ മുടക്കി PMGSY. അത് ആയിക്കോട്ടെ. അല്ല ഞാൻ പറഞ്ഞു നമ്മുടെ മേഖലയിലെ ആളുകൾ ഉപയോഗിക്കും. നിങ്ങൾ ഒരു റോഡാ ചോദിച്ചത്. അവരുടെ ആക്ഷേപം കാഞ്ഞിരപ്പള്ളിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നാ പറയുന്നത്. ആന്റോ ആന്റണി MPയുടെ പ്രവർത്തന മേഖലയിലെ 80ഓളം പഞ്ചായത്തുകളും 80ഓളം പഞ്ചായത്തുകളും ധാരാളം മുനിസിപ്പാലിറ്റികളുമുണ്ട്. ഒരു പഞ്ചായത്തിൽ MPക്ക് കൃത്യമായി പണം വീതിക്കാൻ കഴിയുകയാണെങ്കിൽ ഒരു പഞ്ചായത്തിൽ അദ്ദേഹത്തിന് കൊടുക്കുവാൻ കഴിയുന്ന 5 ലക്ഷം രൂപ മാത്രം കൊടുക്കാൻ വേണ്ടി കഴിയുന്നത്. അതാണ് പുള്ളിയുടെ പ്രധാനപ്പെട്ട അസൗകര്യം. 5 വർഷവും MP ആണെന്നുള്ളത് മനസ്സിലാക്കിക്കോണം. ഇത് ഞാൻ പറയട്ടെ, കാഞ്ഞിരപ്പള്ളിയിലെ ഒരു MP ഒരുപാട് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അത് ഞങ്ങൾ സമ്മതിക്കുന്നു. ഒരുപാട് ഹൈമാസ് ലൈറ്റും മനുഷ്യനെ വെട്ടം കാണിക്കാൻ വേണ്ടി MP നന്നായി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു MP ഇവിടെ ബഹുമാന്യനായ നോബിൾ മാത്യു പറഞ്ഞല്ലോ, MPയുടെ ഫണ്ട് വളരെ ശരിയാ. MPയുടെ ഫണ്ട് ഇവിടെ വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ശാപമേറ്റ പഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. ലഭിച്ചിട്ടില്ല. മറിച്ച് ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും MLA അകമഴിഞ്ഞ് സഹായിക്കുന്നുണ്ട്. പറയാതിരിക്കാൻ പറ്റില്ല, അകമഴിഞ്ഞ് സഹായിക്കുന്നുണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ചാണ് നമ്മളിവിടെ നിൽക്കുന്നത്. പക്ഷെ രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ളതിലേക്ക് ഈ നാടിനോട് സ്നേഹമുണ്ടെങ്കിൽ ഷമീറും ബിജുവും ഒക്കെ ഈ MPയോട് പറഞ്ഞിട്ട് കുറെ ഫണ്ട് അനുവദിപ്പിച്ച് തരണം. ഞങ്ങൾക്ക് അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇവിടെ പറഞ്ഞ ഒരു കാര്യം ഒന്നുകൂടെ വ്യക്തമാക്കാം. ബേബി വട്ടക്കാടൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോൾ ഞാനുമായി ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ട്. അന്നത്തെ ഒരു 50 രൂപ പത്രത്തിലൊരു എഗ്രിമെന്റ് ഉണ്ട്. ഈ മിനി ബൈപ്പാസ് അവിടുന്ന് തുടങ്ങാൻ വരുമ്പോൾ നമുക്ക് കാഞ്ഞിരപ്പള്ളിയിലെ ആ ശൗചാലയം ഇരിക്കുന്ന ആ ബാത്റൂം എല്ലാം കൂടെ ഒന്ന് മാറ്റി വേറൊരു സ്ഥലം ചൂണ്ടിക്കാണിച്ച് പഞ്ചായത്ത് തരുമ്പോൾ മാറ്റി വെച്ചിട്ട് അതിലെ തുടങ്ങാമെന്ന്. അത് പിന്നീട് തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല.
ഞങ്ങളാരും ബന്ധപ്പെട്ടല്ല ഇവിടെ അതിൻ്റെ കേസിന് പോയിട്ടുള്ളത്. ആരോ ഒരു വ്യക്തി സാമൂഹ്യ നീതി അനുസരിച്ച് പോയി 1,10,00,000 രൂപ അതിന് ചിലവഴിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചിലപ്പോൾ തുകയിൽ വ്യത്യാസം കാണാം. അതിൻ്റെ അന്വേഷണത്തിൽ ആ തുകയ്ക്കുള്ള പണി നടത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തർക്കമില്ല. പക്ഷെ നമുക്ക് ഒറ്റ കാര്യത്തിലാണ് തർക്കം. ഇത് എവിടെ നിന്ന് എങ്ങനെ തുടങ്ങി എങ്ങനെ കൊണ്ടേ അവസാനിപ്പിക്കാൻ പറ്റും? അതിന് ഇപ്പോഴും ഈ നിമിഷം വരെയും ആ ഗ്രാമപഞ്ചായത്ത് വാർഡിന്റെ മെമ്പർ കൂടിയാണ് ഷമീർ. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പറയുന്നു, ഷമീർ അതിന് മുൻകൈ എടുത്തോ. ആ റോഡ് പൂർത്തീകരിച്ചിട്ട് അപ്പുറത്ത് ചെന്ന് കയറാൻ ഞങ്ങളെല്ലാവരും കൂട്ടു നിൽക്കാം. അതിന് നമുക്ക് നിൽക്കാം. അതിനൊന്നും ഒരു തർക്കമുള്ള കാര്യമല്ല. ഇതാരുടെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതി വെച്ച് കെട്ടേണ്ട കാര്യമില്ല. നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ പ്രശ്നമാണ്. പിന്നെ ഇവിടെ ഈ സദസ്സ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനം വലിയ വിജയമാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? കാര്യങ്ങൾ ബഹുമാന്യനായ നമ്മുടെ BJPയുടെ നേതാവും സമ്മതിച്ചു. ഒരർത്ഥത്തിൽ ഞങ്ങളെല്ലാം ഒന്നിച്ചിരുന്ന, വളരെ ശ്രദ്ധയോടുകൂടി പറഞ്ഞതാണ്, ഒന്നിച്ചിരുന്ന ഒരേപോലെ പോകുന്ന പ്രതിപക്ഷമില്ലാത്ത ഒരു പഞ്ചായത്താണ് കാഞ്ഞിരപ്പള്ളി എന്ന് അഡ്വക്കേറ്റ് PA ഷമീർ. ഇത് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 100% വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഉദ്ദേശിച്ച കാര്യം ബിജു രണ്ടുപേര് പറഞ്ഞ 2 റോഡിന്റെ കാര്യം പറഞ്ഞു, അത് സമ്മതിക്കുന്നു. ബിജു നാരായണൻ പറഞ്ഞ കേന്ദ്ര ഫണ്ടുകൾ അനവധിയുണ്ട്. മറ്റു മണ്ഡലങ്ങളിൽ സയൻസ് സിറ്റി, IIT, അതുപോലെ ഹോട്ടൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പല കേന്ദ്ര ഫണ്ടുകൾ കൊണ്ടുവരാൻ പറ്റുന്ന എന്തെങ്കിലും കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലോ കാഞ്ഞിരപ്പള്ളി നിയോജകമണ്ഡലത്തിലോ കൊണ്ടുവന്ന് അറിഞ്ഞാൽ മതി. പഞ്ചായത്ത് പറയണ്ട. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ചിരുന്ന് പോകുന്നതിന്റെ ക്രെഡിറ്റ് അത് LDFനല്ല, അത് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള. പ്രസിഡന്റ് ആരാണെന്നാ ചോദിച്ചത്. ഓക്കെ, കൊള്ളാം. പ്രസിഡന്റിന് 100% മാർക്ക് കേട്ടോ. എല്ലാവരും തരുന്നത് UDF BJP അല്ല. പ്രസിഡന്റിനെ അങ്ങോട്ട് പറഞ്ഞയച്ചത് CPIM ആണ്, LDF ആണ്. അതുകൊണ്ടത് തീർച്ചയായിട്ടും CPIM-നും ഞാൻ ഇവിടെ നിൽക്കുന്നതും CPIM-ന്റെയും LDF-ന്റെയും കൺവീനറായിട്ടാണ്. ഞങ്ങള് പ്രസിഡന്റിനെ കാരണം CPIM പ്രതിനിധി എന്നല്ല, ഒരു നല്ല വ്യക്തിയാണ്. അതുകൊണ്ട് ആ വിജയം നിങ്ങൾ പത്യാല സമ്മതിച്ചത് ഞങ്ങൾക്ക് അംഗീകാരമാണ്. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് KR തങ്കപ്പന് ഈ കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുണ്ടെന്ന് ബിജു പത്യാല സമ്മതിക്കുന്നത് അങ്ങനെ ഒരു മനുഷ്യനൊന്നുമില്ല. LDF-ഉം UDF-ഉം ആണ്. അവരാണ് തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നത്. അരിവാൾ ചുറ്റിക നക്ഷത്രമാണ്, കൈപ്പത്തിയാണ്. അങ്ങനെയാണ് മത്സരിക്കുന്നത്. അങ്ങനെ ജയിച്ചു വന്നയാളാണ് KR തങ്കപ്പൻ. അങ്ങനെ ഒരു വ്യക്തിയൊന്നുമില്ല. ഇതൊരു മുന്നണിയുടെ പ്രതീകമാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതീകമാണ് KR തങ്കപ്പൻ. സമ്മതിച്ചാൽ മതിയാവൂ. ഷമീറിനോട് ഒരു ചോദ്യം. ഷമീറിനോട് കഴിഞ്ഞ് മറുപടി പറഞ്ഞു. നമ്മുടെ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ 11 വർഷങ്ങൾക്ക് മുമ്പ് ഷമീറണ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കാനും പേട്ട സ്കൂളിലൊരു വോളിബോൾ ഇൻഡോർ സ്റ്റേഡിയം പണിയുകയുണ്ടായി. സ്റ്റേഡിയം തകർന്നു വീണ സ്റ്റേഡിയം അല്ലേ? 3 മാസക്കാലം പോലും പൂർത്തീകരിച്ച് അവിടെ കളിക്കുന്നതിന് വേണ്ടിയോ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് അത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയോ നാട്ടുകാർക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയോ കഴിയാതെ ഒടിഞ്ഞു വീണ ഒരു സ്റ്റേഡിയമുണ്ട്. ആ സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴും ആ സ്റ്റേഡിയം, ആ ഗ്രൗണ്ടിൽ ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയെ പോലെ വീണ് കിടക്കുന്ന ഒരു സാഹചര്യമാണ്. കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് ഇന്നും ഒരു അപമാനമായി നിൽക്കുന്ന ആ സ്റ്റേഡിയത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? കാഞ്ഞിരപ്പള്ളി AKJ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാവുന്ന ഒരാളുകൾക്കും അറിയാം, ഞാനൊരു കായിക പ്രേമിയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ AKJ സ്കൂളിൽ പഠിച്ചതുകൊണ്ട് എനിക്ക് ഇത്ര വോളിബോൾ കളിക്കാനും ഇത്ര ബാസ്കറ്റ്ബോൾ കളിക്കാനും ഇത്ര ഷട്ടിൽ കളിക്കാനും ഇത്ര ഫുട്ബോൾ കളിക്കാനൊക്കെ അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് വോളിബോളുമായി ബന്ധപ്പെട്ട് കാഞ്ഞിരപ്പള്ളി ഒരു ഇൻഡോർ വോളിബോൾ സ്റ്റേഡിയം വേണമെന്നൊരാഗ്രഹം ജനപ്രതിനിധി എന്ന നിലയിലും അല്ലാതെയും എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇൻഡോർ വോളിബോൾ സ്റ്റേഡിയം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് അംഗം എന്ന നിലയിൽ ഞാൻ ബഹുമാനായ ശ്രീ ആൻഡോ ആന്റണി MPക്ക് ഒരു കത്ത് നൽകി. അദ്ദേഹം ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ 10 ലക്ഷം രൂപ അതിനുവേണ്ടി അനുവദിച്ച് ആ കത്ത് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന് കൈമാറി എസ്റ്റിമേറ്റ് എടുക്കാൻ വേണ്ടി. എസ്റ്റിമേറ്റ് എടുത്ത സമയത്ത് അതിന് ഏതാണ്ട് 12 ലക്ഷം രൂപ വേണ്ടി വരുമെന്ന് പറഞ്ഞ ഒരു കത്ത് മറുപടി കൊടുത്തു. അദ്ദേഹം 2 ലക്ഷം രൂപയോട് കൂടി അനുവദിച്ചു. ആ 12 ലക്ഷം രൂപ കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ആ വർക്ക് ടെൻഡർ ചെയ്തു. ആ ടെൻഡർ മൂവാറ്റുപുഴ സ്വദേശിയായ ഒരാൾ ആ വർക്കിൻ്റെ ടെൻഡർ എടുത്തു. നിർഭാഗ്യവശാൽ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി 3 മാസം കഴിഞ്ഞ് ഇതുപോലെ വലിയ കാറ്റും മഴയുണ്ടായ സമയത്ത് അത് നിലം പതിച്ചു. അദ്ദേഹത്തിനെതിരെ അദ്ദേഹം 1-ാം പ്രതിയായും കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ 2-ാം പ്രതിയായും വിജിലൻസ് കേസെടുത്ു. നിങ്ങൾ അറിയേണ്ട, എന്നെ സ്റ്റേജിൽ അറിയേണ്ട ഒന്നാമത്തെ കാര്യം, അങ്ങനെ ഒരു സ്റ്റേഡിയം വീണതിൻ്റെ പിറ്റേ ദിവസം രാവിലെ
കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് ഭരണസമിതി യോഗം ചേർന്ന് ഇത് വിജിലൻസ് എൻക്വയറിക്ക് വിടണമെന്ന് തീരുമാനിച്ച പഞ്ചായത്ത് കമ്മിറ്റി അധ്യക്ഷൻ ഞാനായിരുന്നു ആ യോഗത്തിൻ്റെ അധ്യക്ഷൻ. അത് അവതരിപ്പിച്ച CPM-ന്റെ പഞ്ചായത്ത് മെമ്പറല്ല, കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് മെമ്പർ അത് അവതരിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ അഴിമതിയോട് സന്ധി ചെയ്യാതിരിക്കണോ ഞങ്ങൾക്ക് നിർബന്ധവും വാശിയും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ചെയ്തത്. അതിപ്പോഴും കേസിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു കാര്യം കൂടെ ആവർത്തിച്ച് പറയാം. അതുമായി ബന്ധപ്പെട്ടോ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നേതൃത്വം സൂചിപ്പിച്ച പോലെ ആ കേസ് ഇപ്പോഴും പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. അത് അങ്ങനെ ആ ഫണ്ട് അനുവദിക്കുന്ന സമയത്ത് ആ കെട്ടിടം കാറ്റത്ത് മറിഞ്ഞു വീഴും എന്നറിയാമായിരുന്നെങ്കിൽ ഞാൻ എഞ്ചിനീയറിംഗ് പണിക്ക് പോയേനെ. മനസ്സിലായി, ഞാൻ ഈ പണിക്ക് വരികയായിരുന്നു. ആദ്യമായി തന്നെ ഈ ദൃശ്യയുടെ ഈ പോരാട്ട വീര്യം, വിപ്ലവ വീര്യത്തിന് നേതൃത്വം കൊടുത്ത ദൃശ്യ ചാനലിനോട് മറ്റുള്ള നന്ദി അറിയിക്കുകയാണ്. ഇപ്പം നമുക്ക് മനസ്സിലായി ഇവിടെ രാഷ്ട്രീയമായി നമ്മൾ ഒന്നായി, വികസനത്തിൽ ഒന്നായിരുന്നെങ്കിലും പോരാട്ട വീതികളിൽ നമ്മൾ പല രാഷ്ട്രീയ രീതികളാണ് നമ്മൾ സംസാരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് KR തങ്കപ്പൻ നിങ്ങൾ ഭരണം അനുവദിച്ചപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ നിന്ന് മുന്നേറിയപ്പോൾ ത്രിതല പഞ്ചായത്തുകളിൽ നിന്നും ജില്ലാ പഞ്ചായത്തുകളിൽ നിന്നും ഒട്ടനവധി ഫണ്ടുകൾ കൊണ്ട് ഈ നിൽക്കുന്ന നമുക്ക് ഓർക്ക് പ്രിയപ്പെട്ട ഷമീറണ്ണനായ എല്ലാം എൻ്റെ സഹോദരങ്ങളെ പോലെയാണ്, എല്ലാവർക്കും അറിയാം. നമ്മുടെ ഫണ്ടുകൾ വീതം വെച്ചപ്പോൾ ഒരാളെയും മാറ്റിൽ കൂട്ടാതെ LDF എന്നോ UDF എന്നോ കൂട്ടാതെ പഞ്ചായത്ത് ഭരണ സമിതി അടക്കം ഡോക്ടർ M. ജയരാജ് അടക്കം എല്ലാം തന്നു. പുത്തമ്പള്ളി ഗവൺമെൻറ് ആശുപത്രി റോഡ്, കാഞ്ഞിരപ്പള്ളിയുടെ ഹൈറേഞ്ചിൻ്റെ കവാടമായ കാഞ്ഞിരപ്പള്ളി ICC ബാങ്കിൽ പോകുന്ന റോഡിന് വേണ്ടി ബഹുമാനപ്പെട്ട MP-യോട് 5 തവണ ഞാൻ ആവശ്യപ്പെട്ടതാണ് ആ റോഡ്. പ്രിയപ്പെട്ട നമ്മുടെ ഷമീറണ്ണൻ അറിയാം. കാരണം രാഷ്ട്രീയം വരുമ്പോൾ വികസനത്തിൽ രാഷ്ട്രീയമില്ലെങ്കിലും സംവാദ വേദികളിലും ബഹുമുറ്റ വേദികളിലെല്ലാം രാഷ്ട്രീയ പോരാട്ടത്തിന് വീര്യം കൂടുമ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, പുത്തമ്പള്ളി ഗവൺമെൻറ് ആശുപത്രിപ്പടി റോഡ് ഞാൻ കയറിയ കാലഘട്ടം 2 തവണയായിട്ട് 24 ലക്ഷം രൂപയ്ക്ക് എനിക്ക് പണം തീർത്തുന്ന ഡോക്ടർ M. ജയരാജ് സാറാണ്. അദ്ദേഹത്തിന് എനിക്ക് അഭിനന്ദിക്കാതിരിക്കണം ആ നാട്ടിലെ. കാരണം ബഹുമാനപ്പെട്ട ആന്റോ ആന്റണി MP അവർക്ക് കാഞ്ഞിരപ്പള്ളിയിലെ ഏറ്റവും വോട്ട് ബാങ്കുള്ള ഒരു വാർഡാണ് 21-ാം വാർഡ് ഞാൻ മത്സരിച്ചു വന്നത്. എന്നെ അവിടെ മത്സര വിജയികളാക്കിയെടുത്തതും ആ വാർഡിലെ UDF-കാർ തന്നെയാണ്. ആ നന്ദിയും സ്നേഹവും ആ വാർഡിനോട് അകമഴി എനിക്കുണ്ട്. ഞാൻ പറഞ്ഞത് വികസനത്തിൽ രാഷ്ട്രീയം നമുക്കില്ല, പക്ഷേ സംവാദ വേദികളിലും മറ്റ് വേദികളിലും നമ്മൾ പറയുമ്പോൾ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വഴിയിടത്തിൻ്റെ കാര്യം പറഞ്ഞിപ്പം തീർച്ചയായിട്ടും നല്ല ഉപയോഗിക്കാൻ പാകത്തിലാണ് ആ വഴിയിടം പ്രവർത്തിക്കുന്നത്. വായനശാലയുടെ കാര്യം പറഞ്ഞു, പേരിൻ്റെ അത് ആധാരത്തിൽ സഹൃദയ എന്ന് കൊട്ടി അത് കമ്മിറ്റി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അത് ഉന്നയിച്ച വിവരമാണ്. എങ്കിലും കാഞ്ഞിരപ്പള്ളി ഏറ്റവും മുന്നിലാണ് എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ടും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റ് ഞങ്ങൾ ഏറ്റവും ബഹുമാനിക്കുന്ന ആളാണ്. പിന്നെ പഞ്ചായത്ത് ഭരണസമിതി ഞങ്ങൾ ഭരണപക്ഷം എന്ന പ്രതിപക്ഷ നിർലോഭമായ നേട്ടമാണ് ഒന്നിച്ച് കൈവരിച്ചത് കൊണ്ട് പഞ്ചായത്ത് മുൻനിരയിൽ നിൽക്കാൻ സാധിച്ചു. വികസന നേട്ടം മുഴുവൻ LDF ഗ്രാമപഞ്ചായത്തിൻ്റെയാണെന്ന് അറിയിച്ചുകൊണ്ടും ഈ അവസരത്തിൽ വിളിച്ച് നന്ദി അറിയിച്ചുകൊണ്ടും വാക്കുകൾ നിർത്തുന്നു. ആരോടാണ് സാറേ, നമ്മളെ ഈ ബൈപ്പാസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ MLA അന്ന് ഈ ബൈപ്പാസിന് ഈ റോഡ് കറക്റ്റ് ചെയ്തപ്പം ഫണ്ട് ഓക്കെ ആക്കിയതല്ലേ? ഏതാ നമ്മുടെ ഇവിടുന്ന് ഈ ആനത്താനക്കാരുടെ അതിലെ ആ ബൈപ്പാസിന് ഫണ്ട് ഓക്കെ ആക്കിയതല്ലായിരുന്നോ? ആണോ എന്നൊരു സംശയം. എന്നറിയോ, നമ്മൾ ആ ഫണ്ട് അന്ന് ബഡ്ജറ്റിൽ ഫണ്ട് പാസ്സാക്കിയെന്നാണ് നമ്മൾ അറിഞ്ഞത്. അത് സാധാരണക്കാരെന്നുള്ള ചോദിക്കുന്ന ആൾക്കാർ സംശയമാണ് കേട്ടോ. നമ്മളൊരു സാധാരണക്കാരനാണ്. ബഡ്ജറ്റിൽ ഫണ്ട് അനുവദിക്കാഞ്ഞത് കൊണ്ടാണോ ബൈപ്പാസ് നടക്കാതെ പോയെന്നാണ് അദ്ദേഹത്തിന്റെ ഒരു സംശയം. അല്ല, ബൈപ്പാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 79 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. ആ 79 കോടി രൂപയിൽ ഇപ്പോൾ അതിൻ്റെ ആദ്യ പണി എത്ര ഘട്ടമാണോ തീർന്നിരിക്കുന്നത് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത് 6 കോടി രൂപ ആ കരാറുകാരന് കൊടുത്ത് ആ കരാറുകാരനെ ഒഴിവാക്കിയിട്ടുണ്ട്. 24 കോടി രൂപ അല്ലെങ്കിൽ 24 കോടി 50 ലക്ഷം രൂപ വസ്തു ഏറ്റെടുക്കുന്നതിന് വേണ്ടി വസ്തു ഉടമകൾക്ക് കൈമാറിയിട്ടുണ്ട്. അതെല്ലാം കൊടുത്തു. അന്ന് അതുമായി ബന്ധപ്പെട്ട ചില കേസുകളുണ്ടായിരുന്നു. അത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കുകയായിരുന്നു. അങ്ങനെ വസ്തു ഏറ്റെടുത്ത് വില കൊടുത്തിരിക്കുന്നത് 24 കോടി 50 ലക്ഷം രൂപയാണ്. അതിൻ്റെ ബാക്കി നിർമ്മാണത്തിന് വേണ്ടി 6 കോടി രൂപ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പം രണ്ടാമത് ടെൻഡർ നടന്നിരിക്കുന്നത് 30 കോടി 30 ലക്ഷം രൂപയ്ക്കാണ്. അത് ഡിസംബർ മാസം 1-ാം തീയതി അതിൻ്റെ ടെൻഡർ ഓപ്പണിംഗ് ആണ്. ജനുവരി മാസത്തിൽ അതിൻ്റെ പണി ആരംഭിക്കുക. മുന്നോട്ട് പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ തെരഞ്ഞെടുപ്പൊക്കെ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ചില തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ജനുവരി മാസത്തിലേക്ക് നിർമ്മാണം ആരംഭിക്കുന്നത്. ഓൾറെഡി ഇപ്പോൾ ഫണ്ടുണ്ട്. ഈ പറഞ്ഞ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ചെലവഴിക്കപ്പെട്ടതിന്റെ ബാക്കി വരുന്ന ഫണ്ടുകൾ നമുക്ക് നിലനിൽക്കുന്നുണ്ട്. അതിനി പുതിയതായിട്ട് ഒരു അലോട്ട്മെന്റിന്റെ കാര്യമില്ല, പണം തരേണ്ട കാര്യമില്ല. നമുക്ക് അനുവദിക്കപ്പെട്ട ഫണ്ട് നിലനിൽക്കുകയാണ്. ആ ഫണ്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അതിന്റെ പുതിയ നിർമ്മാണത്തിലേക്ക് വരാൻ പോകുന്നത്. എനിക്ക്
നമ്മുടെ BJP പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, നമ്മുടെ ഈ ജലജീവനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പദ്ധതി നമ്മുടെ ഈ കേരളത്തിലാകെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഫണ്ട് 45% കേന്ദ്രത്തിൻ്റെ, 45% കേരളത്തിൻ്റെയാണ്, 10% ഉപഭോക്തൃ വിഹിതമാണ്. ആ 45% പൈസ ഇതുവരെ കിട്ടാത്തതുകൊണ്ട് 100 കണക്കിന് ആൾക്കാർക്ക് വെള്ളം എത്താത്ത ഒരു സാഹചര്യം ഇപ്പം ഇവിടെ നിൽക്കുന്നുണ്ട്. പണി എടുത്ത ആൾക്കാർ പണി ഇട്ടേച്ച് പോകുന്നൊരവസ്ഥയും അവരുടെ വാഹനങ്ങളടക്കം വിൽക്കുന്നൊരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേറെ ഒരു ചോദ്യം കൂടെ ചോദിക്കാനുള്ളത്, നോബിൾ സാറ് കത്തോലിക്ക വിശ്വാസി ആണെന്നുള്ള ഒരു വിശ്വാസത്തിൽ കഴിഞ്ഞ നിങ്ങളുടെ ഭരണം വന്നതിന് ശേഷം മതന്യൂനപക്ഷങ്ങൾ കേരളത്തിലും അതോടൊപ്പം തന്നെ വടക്കേന്ത്യയിലടക്കമാനം ആക്രമിക്കപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ട്. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് 2 കന്യാസ്ത്രീകളെ തുറങ്കിൽ അടച്ചാൽ എത്ര നാൾ അവിടെ കിടന്നു, അതിനകത്ത് കിടന്നു, നമുക്കെല്ലാവരും പത്രമാധ്യമങ്ങളും നവമാധ്യമങ്ങളും കണ്ടതാണ്. ആ സംഭവത്തിൽ നിങ്ങളുടെ പാർട്ടിയുടെയും കേരളത്തിലെ പാർട്ടിയുടെ നിലപാട് എന്താണ്? ഓക്കെ, 2 ക്വസ്റ്റ്യനാണ്. അതോടൊപ്പം ഒരു ചോദ്യം ഇവിടെ ഇവിടെ ഷമീർ മെമ്പറിനോട് ചോദിക്കാനുള്ളത്, 1987 ശേഷം നസീറിനെ എന്നോട് സൂചിപ്പിച്ച പോലെ 87 ശേഷമാണ് കാഞ്ഞിരപ്പള്ളി വികസനത്തിൻ്റെ ഒരു വാതിൽ തുറക്കാൻ തുടങ്ങിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭരണാധികാരികളായിട്ട് KJ തോമസും അൽഫോൺസ് കണ്ണന്താനും അടക്കം ഇവിടെ MLA ആയതിനു ശേഷമാണ് നമ്മുടെ ഇരുമ്പ് പാലം, കടവ് പാലം, അതുപോലെ ഫയർ സ്റ്റേഷനും സിവിൽ സ്റ്റേഷനും അടക്കം നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ തുടക്കം വിട്ടിരിക്കുന്നത്. നിങ്ങൾ ഈ 87 ശേഷം അല്ലെ അതിനു മുമ്പ് UDF ഭരിച്ചുകൊണ്ടിരുന്ന ഈ കേരളത്തിൽ ഈ കാഞ്ഞിരപ്പള്ളിയിൽ പഞ്ചായത്തിൻ്റെ സാരഥ്യം വഹിച്ചിട്ട് നിരവധിയായ പ്രാവശ്യം UDF ഭരിച്ചിട്ടുണ്ട്. എന്തേലും പറഞ്ഞ് നമുക്ക് ഓർമ്മിക്കാൻ പറ്റിയ എന്തേലും ഭരണ നേട്ടങ്ങൾ ഇവിടെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാനുണ്ടോ? രണ്ട് ചോദ്യങ്ങളാണ് എന്നോട് ചോദിച്ചത്. പ്രധാനമായും ജൽജീവൻ പദ്ധതി 2026 ഭാരതത്തിലെ മുഴുവൻ ഗ്രാമപ്രദേശങ്ങളിലെ വീടുകളിൽ, രാജസ്ഥാൻ ഉൾപ്പെടെ മരുഭൂമികളിൽ ടാപ്പ് വെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത്. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വളരെ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ 45% കിട്ടുന്നില്ല എന്ന്. 1987 ബഹുമാനപ്പെട്ട ബേബി ജോൺ സാറ് മന്ത്രിയായിരുന്നപ്പോൾ തറക്കല്ലിട്ട പരിപാടിയാണ് മണിമല കുടിവെള്ള പദ്ധതി. ആ മണിമല കുടിവെള്ള പദ്ധതി ഇന്ന് വരെ യാഥാർത്ഥ്യമാക്കാത്തതിൻ്റെ ഉത്തരവാദിത്വം BJPയിൽ കെട്ടിയേൽപ്പിക്കേണ്ട. ഇപ്പോഴും ആ ജൽജീവൻ പദ്ധതിയിൽപ്പെടുത്തി അത് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഈ കാഞ്ഞിരപ്പള്ളി ബ്ലോക്കിലെ നിരവധി പഞ്ചായത്തുകൾക്ക് പ്രയോജനം കിട്ടുന്ന പദ്ധതി നടപ്പിലാക്കാത്തിരിക്കുന്ന ആരുടെ കുഴപ്പം കൊണ്ട് ജനം ചിന്തിക്കണം. ഫണ്ട് കിട്ടുന്നില്ലെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ഫണ്ട് കൊടുക്കുന്നില്ല, കേന്ദ്ര വിഹിതം അതും പറയാം. ഫണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട റിജോ എന്നോട് ഒരു നേരത്തെ ചോദ്യം ചോദിച്ചു, ബഹുമാനപ്പെട്ട ജയരാജ് സാറ് ചെയ്ത കാര്യങ്ങളൊക്കെ. നിങ്ങൾ ഇടുക്കി നിയോജകമണ്ഡലത്തിൽ, ഞാനിപ്പം BJPയുടെ സംസ്ഥാന ഭാരവാഹി എന്നുള്ളവർ ഇടുക്കി നിയോജകമണ്ഡലത്തിൽ പോകുന്ന, അവിടെ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. അവിടെ എനിക്ക് ചില സ്ഥലമുണ്ട്, ആ സ്ഥലത്തൂടെയും ജൽജീവൻ പദ്ധതി നടപ്പിലാകുന്നുണ്ട്. അവിടെ ഫണ്ടിന് കുഴപ്പമില്ലല്ലോ. റോഷി അഗസ്റ്റിൻ നടപ്പിലാക്കും, ഫണ്ടിന് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഫണ്ടിന് കുഴപ്പമുള്ള വേറെ എന്തോ ആണ്, എത്തിക്കാൻ പറ്റുന്നില്ല, അതിനുള്ള കഴിവില്ലായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഫണ്ട് എത്തിക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ അൽഫോൺസ് കണ്ണന്താനവും KJ തോമസും ഒക്കെ MLA മാരായിരുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തുണ്ടായ അന്നത്തെ ആവേഗം, അതായത് ആക്സിലറേഷൻ ഇപ്പോൾ പുരോഗതിക്കില്ല. ഇപ്പോൾ പുരോഗതി ഒച്ചയടഞ്ഞ് നീങ്ങുന്നതാണ്. ഞാനും തങ്കപ്പനുമൊക്കെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വരുമ്പോൾ 1980 ബഹുമാനപ്പെട്ട കല്ലമ്പള്ളി MLA ആയിരുന്നപ്പോൾ തറക്കല്ലിട്ടതാണ് ഇവിടുത്തെ ടൗൺ ഹാൾ, ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസ് ഇരിക്കുന്ന സ്ഥലം. അത് 20 വർഷം ഒന്നും ചെയ്യാതെ കിടന്നു. പലവരും മാറി MLA മാർ വന്നു. 20 വർഷം. 1999 ഡിസംബർ മാസം 31 അന്ന് ഞാൻ യൂത്ത് ഫ്രണ്ടിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അവിടെ കൊണ്ടുപോയി ഞങ്ങൾ റീത്ത് സമർപ്പിച്ച ഈ സഹസ്രാബ്ദത്തിലെ അവസാന സമരം. അപ്പോൾ ഒച്ചിഴയുന്ന വേഗത്തിലാണ് കാഞ്ഞിരപ്പള്ളിയിൽ പല കാര്യങ്ങളും പോകുന്നത്. ഇവിടെ ഇപ്പോൾ നേരത്തെ ബഹുമാനപ്പെട്ട അക്കാമ ചെറിയാനെയും ബഹുമാനപ്പെട്ട VV വർക്കിയെയും ഒക്കെ അനുമോദിക്കുന്നതിൽ കണ്ടു. എനിക്കും അതിൽ അഭിമാനമുണ്ട്. VV വർക്കി വെട്ടിക്കാപ്പള്ളി, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് അക്കാമ ചെറിയാൻ. പിന്നീട് അദ്ദേഹം കരിപ്പാപ്പറമ്പിൽ അക്കാമ ചെറിയാൻ, പിന്നെ അക്കാമ വർക്കി ആയതൊക്കെ. അവരൊക്കെ ഒത്തിരി നല്ല കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി സ്വപ്നം കണ്ടവരാണ്. പക്ഷെ അത് യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് സാധിച്ചില്ല. ഞാനിവിടെ ഇപ്പം സൂചിപ്പിച്ചല്ലോ, ഞാൻ ഗവൺമെൻറ് പിള്ളേരായിരുന്നപ്പോൾ LDFലായിരുന്നപ്പോൾ ഞാൻ ഒരു പാർട്ടിക്കാരൻ എന്നുള്ളതിൽ LDFലും UDFലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ സ്വന്തമായ ഒരു തീരുമാനം ഇപ്പോഴാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ LDFലായിരുന്നപ്പോൾ ഞാനൊരു പെട്ടെന്ന് ഒരു കാര്യം പറയാം. LDF, UDF, BJP, NDA പ്രവർത്തിച്ചിട്ടുള്ള പറയാം. അപ്പം ഞാൻ പറയട്ടെ, ഞങ്ങൾ അന്ന് സർക്കാർ വക്കീലായിരുന്നപ്പം ബഹുമാനപ്പെട്ട നയനാരുടെ ഒരു മീറ്റിംഗ് ഉണ്ട്
കലൂരിൽ. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് MP വീരേന്ദ്രകുമാർ നടന്നു വരിക. അപ്പോൾ പുള്ളി പറഞ്ഞു ഇതേണ്ട വരുന്നു തോറ്റ് തൊപ്പിയിട്ടിട്ടെന്ന് പറഞ്ഞു. അന്ന് ഇലക്ഷന് തോറ്റാ. അപ്പം വീരേന്ദ്രകുമാർ അതങ്ങനെ ഇങ്ങനെയാന്ന് എടോ പറഞ്ഞിട്ട് കാര്യമില്ല, തോറ്റതായിട്ട് സമ്മതിക്കണം. അപ്പം നമ്മളിപ്പോൾ ഇവിടുത്തെ പേട്ടക്കവലയിലെ ഇൻഡോർ സ്റ്റേഡിയം അത് തോൽവിയായി സമ്മതിക്കണം. ഈ കാഞ്ഞിരപ്പള്ളിയിൽ എത്രയോ നല്ല വോളിബോൾ പ്ലേയേഴ്സ് ഉണ്ട്. അബ്ദുൾ റസാഖും നിസാറും ചുനക്കര ബഷീറും PK ബഷീറും ഒക്കെ അടങ്ങുന്ന എത്രയോ പ്രഗത്ഭരുണ്ട്. ആ പ്രഗത്ഭരെ വാർത്തെടുത്ത സ്ഥലമല്ലേ. അവിടെ അവിടെ നടക്കുന്നില്ല. അതിന് വിജിലൻസ് എൻക്വയറിയോ മറ്റു ന്യായീകരണമോ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ രണ്ടാമത് ഞാൻ വേറൊരു ബൈപ്പാസിന്റെ കാര്യം പറഞ്ഞു. മിനി ബൈപ്പാസ് എന്ന് പറഞ്ഞൊരു സാധനം തുടങ്ങിയല്ലോ. നമ്മൾ പാലായി ചെന്ന് നോക്ക്, അവിടെ മിനി ബൈപ്പാസ് ഇപ്പോഴും നടക്കുന്നു. അപ്പം ചെയ്ത കാര്യങ്ങൾ അത് പൂർത്തീകരിക്കാനുള്ള ശ്രമം നടത്തണം. അല്ലാതെ ഇപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ ഒരു പരിപാടിയാണ് കോട്ടയത്തെ ഇത്. ആ സാധനം ഇപ്പം VN വാസവൻ വന്നപ്പോൾ ഇല്ലാതായി. ജനം നഷ്ടം നഷ്ടം ഈ നാട്ടിലെ ജനങ്ങൾക്കാണ്. അപ്പൊ മിനി ബൈപ്പാസ് ആണെങ്കിലും ബൈപ്പാസ് ആണെങ്കിലും നഷ്ടമാകുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്കാണ്. അതുകൊണ്ട് ഇവിടെ വികസനം വരണം, ഈ കാര്യങ്ങളൊക്കെ പൂർത്തിയാകണം എന്നുള്ളതാണ് എന്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. ഓക്കെ, സമയക്കുറവുള്ളത് കൊണ്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഒരാൾ കൂടെ ചോദിക്കാം, ഒരാൾ കൂടെ. ഒറ്റ കാര്യം ഏതാ? അല്ല ഒരു കാര്യം അല്ല, ബി.ജെ.പി പ്രതിനിധിയോട് തന്നെ ചോദ്യം. MLA കാര്യം എഴഞ്ഞു നീങ്ങുന്ന കാര്യം പറഞ്ഞു. MLA കൊണ്ടുവന്ന കാര്യങ്ങൾ ഈ പഞ്ചായത്തിലെ 23 വാർഡ്, ഇപ്പൊ 24 വാർഡായി, 23 വാർഡില് BJP പ്രതിനിധിയായിരിക്കുന്ന അമ്പലക്കാട് വാർഡിൽ BJP മെമ്പറുണ്ട്. ആ മെമ്പറിനോട് പോയി ആദ്യം ചോദിക്കണം, ജയരാജ് സാറ് ഫണ്ട് തന്നിട്ടുണ്ടോ ഇല്ലെന്ന്. ഇവിടെ 23 വാർഡിലും ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് കഴിവുള്ളതുകൊണ്ടാണ് കഴിഞ്ഞ 20 വർഷമായിട്ട് ഇവിടെ MLA ആയിട്ടിരിക്കുന്നത്. ഈ ബൈപ്പാസ് ഡിസംബർ 1-ാം തീയതി ടെൻഡർ പൊട്ടിക്കുകയും ചെയ്യും, ബൈപ്പാസ് നടക്കുകയും ചെയ്യും. ഇവിടെ പല കാര്യങ്ങളും MLA കൊണ്ടുവന്ന ഫണ്ട് മൊത്തം നടന്നിട്ടുണ്ട്. മണിമല റോഡിൽ നിന്ന് അങ്ങോട്ട് പണി ഇപ്പം ടെൻഡർ ചെയ്ത് കൊടുത്തേ ഉള്ളൂ. അന്നപ്പോഴേ പറയാം ഒച്ച നീങ്ങുന്ന പോലാണ്. ആദ്യം വെള്ളം പോകാനുള്ള പരിപാടി തുടങ്ങും, ആ പണിയും പൂർത്തീകരിക്കും. അതിനുള്ള ആർജമുള്ള MLA ആണ്. പിന്നെ ഒറ്റ കാര്യം ഒറ്റ കാര്യം കൂടെ ചോദ്യമായി ചോദിക്കല്ലേ, സമയം പോകും. അല്ല പറയുന്നു, ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്. MLA ബൈപ്പാസിന്റെ കേസ് കേട്ടിൽ ആദ്യത്തെ ബൈപ്പാസിന്റെ കേസ് കേട്ടിൽ ആദ്യത്തെ ടെൻഡറുകാരനെ ഒഴിവാക്കിയത് MLA തന്നെയാ. അവന് പണിയുടെ കഴിവില്ലാത്തതുകൊണ്ട് MLA തന്നെ തന്റെ ഇടത്തോടെ ഒഴിവാക്കിയതാ, അല്ല ഒരു പാർട്ടിക്കാർ പറഞ്ഞിട്ട് ഉണ്ടാക്കിയതല്ല. അത് മനസ്സിലായോ? ഏതാ പറയുന്നത്? ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഭയങ്കര കടന്നാക്രമണം നടക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. അത് ഈ പഞ്ചായത്തിലെ വിഷയമല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിക്കളയരുത്. അവിടെ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായി. ചില FIR ഇട്ട് അവിടുത്തെ നിയമപ്രകാരം അറസ്റ്റിലായി. ആ കന്യാസ്ത്രീകളെ അവിടെ ചെന്ന് ഇറക്കാൻ വേണ്ട തീരുമാനങ്ങൾ ചെയ്തത് കേരളത്തിന്റെ പ്രിയങ്കരനായ BJPയുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയും ഞങ്ങളുടെ അനൂപ് ആന്റണിയും ഒക്കെ കൂടി ചെന്നാണ് ഇറക്കിയത്. അവിടുത്തെ സർക്കാരിനെ കൊണ്ടും പ്രോസിക്യൂട്ടറെ കൊണ്ടും അത്തരം നിലപാടുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വികസനത്തിന്റെ കാര്യം പറയുമ്പോൾ കന്യാസ്ത്രീകളുടെ കാര്യം, മണിപ്പൂരിന്റെ കാര്യമൊക്കെ പറയുന്നതൊക്കെ കാലമൊക്കെ കഴിഞ്ഞുപോയി. ജനങ്ങൾ മുഴുവൻ ഇത് കണ്ടതാ. കന്യാസ്ത്രീയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതും അവരെ മർദ്ദിക്കുന്നതും ഒരു പെണ്ണുമ്പിള്ള എന്നതാ ആ പെണ്ണുമ്പിള്ളയുടെ പേരെന്നാന്ന് മറന്നുപോയി. അവരോടിച്ചിട്ട് അടിക്കുന്നതുമല്ല ഈ സമൂഹം. കാഞ്ഞിരപ്പള്ളി കുരിശുകവലയിൽ നിന്നുകൊണ്ട് നോബിൾ തന്നെ ഇത് പറഞ്ഞതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. നോബിളിന്റെ പാർട്ടിയാണ് കന്യാസ്ത്രീകളെ അകത്താക്കിയതെന്ന് സമ്മതിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. 5 വർഷം കൂടെ ഒരു 5 വർഷം കൂടെ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സമയമില്ലാത്തത് കൊണ്ടാ വേറെ ചില ചോദ്യങ്ങൾ കൂടെ ചോദിക്കാനുണ്ട്. നമുക്ക് ഈ ചർച്ച സമയക്കുറവുള്ളത് കൊണ്ട് അവസാനിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് ഒറ്റ കാര്യം UDF ബിജുവിനോടാണ് ചോദിക്കാനുള്ളത്. അടുത്ത 5 വർഷക്കാലം UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ കാഞ്ഞിരപ്പള്ളിയെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രധാന വികസന പ്രവർത്തനം എന്ന് പറയുന്നത്? കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ സ്റ്റില്ലായിട്ട് നിൽക്കുകയാണല്ലോ. അത് ആർജവത്തോടും ഊർജ്ജവത്തോടും എല്ലാ കാര്യങ്ങളും മുൻപന്തി കൊണ്ടുവരിക, എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുക, ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുക. ഓക്കെ നസീർ, LDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അധികാരത്തിൽ വരുന്നത് ഒട്ടനവധി കാര്യങ്ങളുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനം ആദ്യം ഞങ്ങൾ എടുക്കും, അത് നമ്മളെ സമ്പുഷ്ടമാക്കും, അത് മാറ്റി എല്ലാം ക്ലിയർ ആക്കും.
രണ്ടാമത്, ഇത് മനോഹരമായ ഒരു പട്ടണമായി ഇത് മാറ്റും. ഈ ബൈപ്പാസ് കൂടെ ഉടനെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മനോഹരമായ ഒരു പട്ടണമാക്കി ഇതിനെ മാറ്റും. ഇപ്പം ഞങ്ങൾക്ക് ഈ വയോജനങ്ങൾക്ക് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഒക്കെ എക്സസൈസ് ചെയ്യാൻ എന്താ അതിൻ്റെ പേര് റിജോ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ വിപുലീകരിക്കും. രണ്ടാമത്, ആധുനിക രീതിയിൽ ഫാക്ടറി കൊണ്ടുവരും. റബ്ബർ ഫാക്ടറി കാഞ്ഞിരപ്പള്ളിയിൽ സ്ഥാപിച്ച് തൊഴിലവസരം ഞങ്ങൾ സൃഷ്ടിക്കും. 3 ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ മേലരുവി മനോഹരമാക്കും. ഇങ്ങോട്ട് ടൂറിസ്റ്റുകളെ ആകർഷിക്കും. പണം സമ്പാദിക്കാൻ ഈ നാടിന് ആവശ്യമായ ഒരുക്കങ്ങളുണ്ടാവും. കരിമ്പ് കയത്ത് ടൂറിസം പദ്ധതി ഇപ്പോൾ ഏതാണ്ടൊക്കെ തുടങ്ങിയിരിക്കുന്നത് തുടങ്ങും. വട്ടകപ്പാറയിലും ഞങ്ങൾ തുടങ്ങും. ഞങ്ങൾ ഇവരെ പോലെ ഇവിടെ മൈജി വന്നു. മൈജിക്കാരൻ സ്വന്തം കാശ് കൊണ്ട് ഒരു റോഡ് അങ്ങോട്ട് വെച്ചു, വെട്ടി തെളിച്ച് വെച്ചു. സുനിൽ തേനമ്മാക്കൽ പോയി ബോർഡും വെച്ച് ഉദ്ഘാടനം ചെയ്തു. എന്തൊരപഹാസ്യമാണെന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിൽ, എന്തൊരപഹാസ്യമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ. അങ്ങനെ ആ റോഡ് അങ്ങ് ഉദ്ഘാടനം ചെയ്യുക. ഞങ്ങളങ്ങനെ ചെയ്യില്ല. ഞങ്ങൾ LDF-ന് ഒരു 5 വർഷക്കാലം കൂടി നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ വോട്ട് ചെയ്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാരെ പ്രതിപക്ഷമില്ലാത്ത ഒരു പഞ്ചായത്താക്കി 24 പേരെയും വിജയിപ്പിച്ചാൽ ഈ നാടിനെ നമ്മൾ സമ്പുഷ്ടമാക്കും. ഒരു വലിയ ഫാക്ടറി കൊണ്ടുവരും. മലിനമില്ലാത്ത ഒരു നാടാക്കും. വലിയ നല്ല ആകർഷകമായ രീതിയിൽ ടൂറിസ്റ്റ് സംവിധാനങ്ങൾ കൊണ്ടുവരും. എല്ലാ തൊഴിൽ സാധ്യതകളും ഉണ്ടാകുന്ന മനോഹരമായ ഇച്ഛാശക്തിയോടുകൂടി മതസൗഹാർദ്ദത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഈ നാടിനെ ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ, ചങ്കിലെ കരൾ പോലെ ഈ നാടിനെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. നോബൽ മാത്യു, NDAക്ക് ഇപ്പൊ 2 അംഗങ്ങളല്ലോ ഉണ്ടല്ലേ? അതെ. NDAക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിയിൽ കൊണ്ടുവരാൻ കഴിയുന്ന പ്രധാന വികസന പ്രവർത്തനം. മനോഹരമായ ഒരു ഗാനമുണ്ട്. ഉദാത്തമായ ഒരു ലക്ഷ്യം വേണം നമുക്ക് മുന്നേറാൻ, ഉദാത്തമായ ഒരു മാതൃക വേണം നമുക്ക് പിന്തുടരാൻ. ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ അധികാരത്തിലെത്തിയാൽ ഇപ്പോഴത്തെ വികസ്വര കാഞ്ഞിരപ്പള്ളി വികസിത കാഞ്ഞിരപ്പള്ളി ആക്കും. അതിനുള്ള ഒരു മാതൃക നിങ്ങൾ തൊട്ടടുത്ത് പള്ളിക്കത്തോട് പഞ്ചായത്തിൽ പോയി നോക്കണം. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നാൽ ഞങ്ങൾക്കൊരു മുൻതൂക്കം ഈ കാഞ്ഞിരപ്പള്ളിയിൽ കിട്ടിയാൽ 100 ദിവസം കൊണ്ട്, ഞങ്ങൾക്ക് കിട്ടുന്നതിന് 100 ദിവസം കൊണ്ട് ഈ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് ഞങ്ങൾ പൂർത്തിയാക്കും. ഞങ്ങൾക്ക് കിട്ടിയാൽ, ഞങ്ങൾക്ക് ഒരു ഭരണം കിട്ടിയാൽ ഞങ്ങൾ 1 വർഷം കൊണ്ട് ശബരി റെയിൽവേയുടെ കൊണ്ടുവരും. ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടിയാൽ ഞങ്ങൾ 2 വർഷം കൊണ്ട് എരുമേലി വിമാനത്താവളം കൊണ്ടുവരും. എങ്ങനെ അടുത്ത 5 വർഷം UDF-ന് കിട്ടിയാൽ എങ്ങനെ വികസന കാഞ്ഞിരപ്പള്ളിയെ കാണുന്നു? ആദ്യം ഒരു മറുപടി പറയാൻ നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ സുഹൃത്ത് നോബൽ മാത്യു അവരുടെ. കാരണം കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ബഹുമാനായ കോട്ടയം MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വലിച്ചഴിച്ചിട്ടുള്ള ഒരു ഖേദവായെന്ന് പറയാൻ വേണ്ടിയിരിക്കുക. സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം നടത്തി ഏതാണ്ട് 40 വർഷക്കാലം തുടർച്ചയായി കോട്ടയത്ത് നിന്നും അടൂരിൽ നിന്നും MLA ആയി വികസനം എങ്ങനെയാണ് നടത്തേണ്ട ജനങ്ങളെ ബോധ്യപ്പെടുത്തിയ ഒരു MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ വളരെ സീനിയറായ പ്രഗത്ഭനായ ഒരു ഭരണാധികാരിയെക്കുറിച്ച് പറയേണ്ടാത്ത സ്ഥലത്ത് അനവസരത്തിൽ അഭിപ്രായം പറഞ്ഞതിനുള്ള ഒരു പ്രതിഷേധം അതിന് തന്നെ പറയാൻ വേണ്ടി വേണമെങ്കിൽ മുഖ്യമന്ത്രി വരെ ആകാവുന്ന അല്ല, അങ്ങനെ വല്ല മുഖ്യമന്ത്രി ആകാൻ യോഗ്യതയുള്ള ആളെ പലതവണ ഉദാഹരണം പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. കാഞ്ഞിരപ്പള്ളിയുടെ വികസനത്തിലേക്ക് വരും. ഇപ്പൊ അദ്ദേഹം പറഞ്ഞില്ല. കാരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ വളരെ സീനിയറായ ഒരു നേതാവിനെ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു സ്വകാര്യ ചാനലിൽ ചർച്ച നടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ BJPയുടെ ഒരു സമുന്നതമായ നേതാവ് വിമർശിച്ചിട്ട് കയ്യും കെട്ടി വീട്ടിൽ പോയി ഉറങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് അതിന് മറുപടി പറഞ്ഞിട്ട് പോകും. അദ്ദേഹം തന്നെ പറഞ്ഞ് തിരിച്ചു പറഞ്ഞ സന്തോഷമുണ്ട്. രണ്ടാമത്തെ കാര്യം, കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ UDF അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം ഞങ്ങൾക്ക് ആർക്കുമില്ല. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ UDF അധികാരത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ഒരു സംശയം വേണ്ട. ഒന്നാമത്തെ ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ ഈ നോക്കുക, ഈ കാണുന്ന ബസ് നോക്കി. ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഗതാഗത കുരുക്കിനായിരിക്കും. ഒന്നാമത്തെ പ്രയോറിറ്റി ഗതാഗത കുരുക്ക്. നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നത്? ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയുന്ന ക്ഷമയോടുകൂടി ഒന്ന് കേട്ടില്ല. എന്താ ഇത്ര അസഹിഷ്ണുത? എന്താ തീരട്ടെ. ഇപ്പോഴും നിങ്ങൾ പുതിയ ബൈപ്പാസിന് പണം മുൻപ് ആരോല്ലാം പൈസ കൊണ്ട് വീണ്ടും നിങ്ങൾ പണം കയറ്റി വെച്ച ടെൻഡർ ചെയ്തിരിക്കുന്നത്. മുൻപ് കൊടുത്ത പണമല്ല റീഎസ്റ്റ്, അതായത് നേരത്തെ കൊടുത്ത ടെൻഡറിൽ നിന്നും കോടിക്കണക്കിന് രൂപ വീണ്ടും കയറ്റി വെച്ച പുതിയ ടെൻഡർ. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറയുന്നു ഇന്ന് രാവിലെ പത്രം വായിക്കാൻ മനസ്സിലാക്കുന്നത് നേരത്തെ അനുവദിച്ച സംഖ്യയേക്കാൾ കൂടിയ സംഖ്യയൊക്കെയാണ് വീണ്ടും റീടെൻഡർ ചെയ്തിരിക്കുന്നത്. അത് പോട്ടെ. കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ UDF അധികാരത്തിൽ മടങ്ങി വരും. ഒന്നാമത്തെ ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി കാഞ്ഞിരപ്പള്ളി ടൗണിലെ ഗതാഗത കുരുക്കിന് പരിഹാരമുണ്ടാക്കും. രണ്ടാമത്തെ കാര്യം നിങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ മിനി ബൈപ്പാസ് ഞങ്ങൾ സമയബന്ധിതമായി UDF അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ
അത് പൂർത്തിയാക്കും. അതെങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടതെന്ന് 10 വർഷക്കാലമായി ഞങ്ങൾ ഇവരുടെ പുറകെ നടന്നതാണ്. 10 വർഷക്കാലമായി UDF പ്രവർത്തിച്ചാണ് അംഗീകരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ പ്രിയപ്പെട്ട നസീറിനും പറഞ്ഞു, ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് പ്രതിപക്ഷ അംഗങ്ങൾ എന്ന നിലയിൽ നിർലോഭമായ പിന്തുണ നൽകിയ ആളുകളുടെ രാഷ്ട്രീയ പ്രേരിതമായി ഒരു കാര്യങ്ങളെയും എതിർക്കേണ്ട കാര്യങ്ങളെ മാത്രം എതിർത്ത ആളുകളാണ് ഞങ്ങൾ വീണ്ടും വരാം. ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ ഗതാഗതത്തെ കുറിച്ച് പറഞ്ഞു. ഞങ്ങളെ കാഞ്ഞിരപ്പള്ളിയിൽ പുതിയൊരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, കാഞ്ഞിരപ്പള്ളി ഗതാഗത കുരുക്കിന് ഹേതുവായ പുതിയ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇത് മാറ്റും. ഇവിടുത്തെ നിലവിലുള്ള ബസ് സ്റ്റാൻഡ് മാറ്റും. കാഞ്ഞിരപ്പള്ളി നസീറിന്റെ സമയം കിട്ടിയതാ. വീണ്ടും അടുത്ത് പറയുന്നു, കാഞ്ഞിരപ്പള്ളിയിലെ കുട്ടികൾക്ക് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പഞ്ചായത്തിന്റെ യൂത്ത് കോർഡിനേറ്റർ അയ്യൂബ് ഖാന്റെ പരാതി, അതായത് കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ കുട്ടികൾക്ക് കളിക്കാൻ ഒരു കളിസ്ഥലമില്ല എന്നുള്ള അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട പരാതി. ആ പരാതി ഞങ്ങൾ ആദ്യം തന്നെ പരിഹരിക്കും. കാഞ്ഞിരപ്പള്ളി പുതിയ അതുണ്ടാക്കും. അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളിയിലെ എല്ലാ ഗ്രാമീണ റോഡുകളും മികച്ച നിലയിലാക്കും. ഒരു കാര്യം ഇവിടെ പറയുന്നു, നമ്മുടെ ഇവിടെ മൈജി റോഡുമായിട്ട് ബന്ധപ്പെട്ട് 10ാം വാർഡ് മെമ്പർ സുനിൽ തെരമാക്കലിനെതിരെ പ്രിയപ്പെട്ട നമ്മുടെ നസീർ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു പഞ്ചായത്ത് മെമ്പർ അദ്ദേഹത്തിന് നിശ്ചയദാർഢ്യം കൊണ്ടും ഇച്ഛാശക്തി കൊണ്ടും ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക്, അതായത് ആ റോഡുണ്ടായ കാലഘട്ടം മുതൽ വീതിയില്ലാത്ത റോഡ് വീതി കൂട്ടുന്നതിന് കഠിന പരിശ്രമം നടത്തി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി നിരവധി തവണ ചർച്ച ചെയ്ത് അങ്ങനെ റോഡ് വീതി കൂട്ടിയ സമയത്ത് നിശ്ചയദാർഢ്യമുള്ള ജനപ്രതി എന്ന നിലയിലാണ് സുനിൽ തെരമാക്കൽ റോഡ് ഉദ്ഘാടനം ചെയ്തത്. ആ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അദ്ദേഹം ക്ഷണിച്ചത് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിനെയാണ്. അദ്ദേഹം പ്രസിഡന്റ്, ഒരു ക്വസ്റ്റ്യൻ, ഈ ക്യാമറ വെച്ചിരിക്കുന്നതൊന്നും വർക്ക് ചെയ്യുന്നില്ല എന്നൊരു ആക്ഷേപം ഞങ്ങൾ ഇവിടെ വന്ന് വണ്ടി നിർത്തി ഇപ്പോൾ പറയുകയുണ്ടായി, എന്താണ് ഒരു മറുപടി? ക്യാമറ എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അത് പഞ്ചായത്ത് ഓഫീസിലാണ് അതിൻ്റെ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ അത് നോക്കിയാൽ ക്യാമറയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പുതിയതായി കൾട്രോണുമായി ബന്ധപ്പെട്ട് 10 ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ഈ മാലിന്യ സംസ്കരണത്തിൻ്റെ ഭാഗമെന്ന നിലയിലാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത്. അതെല്ലാം പ്രവർത്തിക്കുന്നതാണ്. ഏതെങ്കിലും ഒരെണ്ണം പ്രവർത്തിക്കാതെ ഉണ്ടെങ്കിൽ നമുക്കത് പരിശോധിച്ച് നടപടിയിലേക്ക് വരാം. ഇവിടെ സംസാരിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് ഇനിയും എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ LDF മഹാഭൂരിപക്ഷം സീറ്റ് പിടിച്ച് അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനുള്ള സാഹചര്യമാണ് ഇന്ന് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലുള്ളത്. ഇപ്പോൾ UDF സംവിധാനത്തെ സംബന്ധിച്ചറിയാം, ഇവർ അധികാരത്തിൽ വന്നാൽ ഇവിടെ ആകെ നടക്കാൻ പോകുന്നത് കൂട്ടയടിയും കൂട്ടക്കരച്ചിലുമാണ് എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്തെ പൊതുരാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി ടൗണിന് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പൊതുവികസന രംഗത്ത് വളരെ ശ്രദ്ധയോടുകൂടിയുള്ള പരിപാടി ഞങ്ങൾ തയ്യാറാക്കും. ഇവിടെ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു, കാഞ്ഞിരപ്പള്ളിക്ക് ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാവണം, അതിന് ഭൂമി ഉണ്ടാവണം. ഈ ബൈപ്പാസിനോട് ചേർന്ന് അവിടെ സ്ഥലമുള്ള ആളുകളുണ്ട്, അവിടെ സ്ഥലം കണ്ടെത്തി അവിടെ മനോഹരമായ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാവണം. ആ ബസ് സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ കാഞ്ഞിരപ്പള്ളിയിലെ ഗതാഗത കുരുക്ക് കുറേയെങ്കിലും പരിഹരിക്കപ്പെടാൻ പറ്റുകയുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ ബൈപ്പാസും കൂടി വരണം. ഈ 2 പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ബസ് സ്റ്റാൻഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. കുടുംബശ്രീ പ്രവർത്തനം കാഞ്ഞിരപ്പള്ളിയിൽ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. അവരെ നമുക്ക് സംഘടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി വലിയ പ്രാധാന്യം കൊടുക്കും. തൊഴിൽ സംരംഭ മേഖലയിൽ സജീവമായി നമുക്ക് ഇടപെടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ നമുക്ക് കഴിയും. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി ഭരണസമിതി വലിയ പ്രാധാന്യം കൊടുക്കും. പ്രിയങ്കരനായ നസീർ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്ന കാര്യങ്ങൾ എന്ന് എണ്ണി പറഞ്ഞ് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. കാഞ്ഞിരപ്പള്ളിയുടെ പൊതുവികസനത്തിന് വലിയ പ്രാധാന്യം കൊടുക്കും. നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ഗ്രാമീണ റോഡുകളുടെ ഇന്ന് അതിൻ്റെ ശോചനീയമായ അവസ്ഥകൾ നല്ലതുപോലെ പരിഹരിച്ചിട്ടുണ്ട്. ഇനി കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട്. അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇടപെടും. MLA സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഫണ്ട് ചെലവഴിക്കലുമായി ബന്ധപ്പെട്ട് ജൽജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചില സംസ്ഥാനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ജൽജീവൻ പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് 50%, സംസ്ഥാന ഗവൺമെൻറ് 50%. ഇവിടെ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ 2025-26 9,400 കണക്ഷനാണ് കൊടുക്കാൻ പോകുന്നത്. ഏതാണ്ട് പകുതിയിലധികം വരുന്ന ആളുകൾക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ചിലയിടത്ത് NHന്റെ റോഡുകൾ, PWD റോഡുകളൊക്കെ പൊട്ടിക്കുന്ന കാര്യത്തിൽ ചില തടസ്സവാദങ്ങളുണ്ട്. അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കണക്ഷൻ കൊടുക്കാൻ പറ്റും. പക്ഷേ സംസ്ഥാനത്ത് പൊതുവിൽ നിൽക്കുന്ന ഒരു പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കിട്ടുന്നില്ലെന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം 500 കോടി രൂപയാണ് കേരളത്തിൽ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ജൽജീവൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള കരാറുകാർക്ക് കൊടുക്കാനുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ പുതിയ വർക്കുകളിലേക്ക് കരാറുകാർ കയറുന്നില്ലാത്ത ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അവിടെ അങ്ങനെ ഒരു പ്രതിസന്ധി നിൽക്കുന്നുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അത്തരം ചില പ്രശ്നങ്ങൾ പരിഹരിച്ചെങ്കിൽ മാത്രമേ ജൽജീവൻ പ്രവർത്തനം കാര്യക്ഷമമായി നാം ഉദ്ദേശിക്കുന്ന തരത്തിൽ വീടുകളിൽ കണക്ഷൻ എത്തിക്കാൻ കഴിയുള്ളൂ. കാഞ്ഞിരപ്പള്ളിയുടെ സംവാദം ഇവിടെ അവസാനിക്കുമ്പോൾ കാഞ്ഞിരപ്പള്ളിയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വലിയ വികസന കുതിപ്പിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നാളുകളിൽ ഒരു മുനിസിപ്പാലിറ്റിയായി മാറേണ്ട കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ
വരുന്ന തെരഞ്ഞെടുപ്പിൽ ആര് വിജയിച്ചു വന്നാലും ഒരു കനകപ്പള്ളിയാക്കി മാറ്റാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് മറ്റൊരു പഞ്ചായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. കോ സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി.